നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഹരി ഓം. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാം. ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസം. ആലയം മുഹുരഹോ രസികാഃ ഭുവി ഭാവുകാഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ജാനകീകാന്തസ്മരണം. ഹര നമഃ പാർവതീപതയേ. ശ്രീമദ് ഭാഗവതത്തിൽ പഞ്ചമസ്കന്ധത്തിൽ ഭരതചരിത്രമാണ് നമുക്ക് ഉള്ള വിഷയം. ഭാഗവതത്തിലെ 5-ാമത്തെ സ്കന്ധം എല്ലാവർക്കും കുറച്ച് വിഷമമുള്ള കാര്യമാണ്. കാരണം ധാരാളം ഗദ്യം അതിനകത്ത് വരും. സംസ്കൃതത്തിൽ പൊതുവെ ഗദ്യമാണ് വിഷമം, പദ്യം എളുപ്പമാണ്. ശ്രീമദ് ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധം ആരംഭത്തിൽ പ്രിയവ്രത ചരിത്രം പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഋഷഭദേവ ചരിത്രം പറഞ്ഞു. ഋഷഭദേവനായിട്ട് ഭഗവാൻ അവതരിച്ചു, ജ്ഞാനകലാവതീർണം എന്ന് കപില ഭഗവാനെ പറയുന്ന പോലെ തന്നെയാണ് ഇതും. ഭഗവാന്റെ ജ്ഞാനകലയുടെ അവതാരമാണ് ഋഷഭൻ. ഋഷഭൻ രാജാവായി രാജ്യഭരണം ചെയ്തു. അപ്പോൾ ഈ രാജ്യത്തിന് അജനാഭവർഷം എന്ന് പേര്. ഋഷഭദേവനെ നമ്മൾ ദൃഷ്ടാന്തം പറയണത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, കർമ്മണൈവ ഹി സംസിദ്ധിമാസ്ഥിതാഃ ജനകാദയഃ എന്ന് പറഞ്ഞു. കർമ്മമണ്ഡലത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ, ഗൃഹസ്ഥാശ്രമത്തിലൊക്കെ ഇരുന്നു കൊണ്ട് തന്നെ ജ്ഞാനികളായി തീർന്നിട്ടുള്ള മഹാപുരുഷന്മാരിൽ ഒരു ദൃഷ്ടാന്തം പറയുന്നത് ജനകനെയാണ്. രാജാവായിട്ടിരുന്ന് ബ്രഹ്മജ്ഞാനിയായിരുന്നു. വിദേഹൻ എന്നാണ് പറയുക ജനകനെ. അതേപോലെ ജനകാദയ, ജനകൻ മുതലായിട്ടുള്ളവർ എന്നാണ്. അപ്പോൾ ഭാഗവതത്തിൽ നമ്മൾ ദൃഷ്ടാന്തം പറയുമ്പോൾ ജനകൻ, ഋഷഭദേവൻ,
അംബരീഷൻ, ഇവരൊക്കെ അതിന് ഉദാഹരണമാണ്. രാജാക്കന്മാർ, രാജാവെന്ന് വെച്ചാൽ എത്ര വലിയ ജോലിയാണ്. ഇത്രയും ജോലി തിരക്കിൻ്റെ ഇടയിൽ, ഇത്രയും പ്രവൃത്തികൾക്കിടയിൽ, ഇത്രയും വേല ചെയ്യുന്നതിൻ്റെ ഇടയിൽ ജ്ഞാനിയായി ഒരു അധ്യാത്മജീവിതം നയിക്കുന്ന ഒരു മഹാപുരുഷനായി വർത്തിച്ചു ഋഷഭദേവൻ. അതോ മാം ഋഷഭം പ്രാഹുരാര്യാഹ പറഞ്ഞു. അതുകൊണ്ടാണ് എന്നെ എല്ലാവരും ഋഷഭൻ എന്ന് വിളിക്കുന്നത് എന്നാണ്. ധാരാളം പശുക്കൾക്ക് നടുവിൽ ഒരു ഋഷഭം, ഒരു കാള, ഒരു കൂറ്റൻ അങ്ങനെ തലപൊക്കി നിൽക്കുന്ന പോലെ സാധാരണ മനുഷ്യർക്ക് നടുവിൽ എല്ലാവരെ പോലെയും കർമ്മം ചെയ്തുകൊണ്ട് അതിൻ്റെ നടുക്കിരിക്കുമ്പോഴും അതിലൊന്നും സംഘം കൂടാതെ നിസ്സംഗനായി യോഗിയായി ജീവിച്ച് കാണിച്ചതുകൊണ്ട് എന്നെ അറിവുള്ളവർ, വിവേകികൾ ഋഷഭൻ എന്ന് വിളിക്കുന്നു. ഋഷഭശബ്ദത്തിന് കാള, കൂറ്റൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അഖണ്ഡാനന്ദ സരസ്വതി സ്വാമി ഒരർത്ഥം പറഞ്ഞു, ഋഷേണ ഭാതി ജ്ഞാനേന ഭാതി ഇത് ഋഷഭ. ആത്മജ്ഞാനം കൊണ്ട് പ്രകാശിക്കുന്നത് കൊണ്ട് ഋഷഭൻ എന്ന്. ഭാഗവതത്തിലെ അവതാരങ്ങളിൽ ഋഷഭദേവന് ഒരു പ്രത്യേകതയുണ്ട്. അവതാരം എന്ന് പറയുമ്പോൾ പല ആളുകളും വിചാരിക്കും 10 അവതാരമാണെന്ന്. അങ്ങനെയല്ല. അവതാരാഹി അസംഖ്യേയാഹ ഹരേഹേ സത്യനിധേർദ്വിജ. അവതാരം എണ്ണിയാൽ ഒടുങ്ങാതെ അവതാരങ്ങളുണ്ടെന്നാണ്. എവിടെയൊക്കെ തന്നെ ഭഗവാന്റെ വിശേഷമായ വിഭൂതി, ഐശ്വര്യം പ്രകാശിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഭഗവത് അവതാരമുണ്ട്. ഋഷഭാവതാരത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഭാഗവതത്തിന്. എന്താന്ന് വെച്ചാൽ ഹിന്ദുമതത്തിന് മാത്രമല്ല, ജൈനമതത്തിൽ അവർക്ക് തീർത്ഥങ്കരന്മാരാണ്. അവരുടെ 27 തീർത്ഥങ്കരന്മാരിൽ ആദ്യത്തെ തീർത്ഥങ്കരൻ ഋഷഭദേവനാണ്. എന്നുവെച്ചാൽ ജൈനമതം ആരംഭിച്ചത് ഋഷഭദേവനിൽ നിന്നാണ്. അവർ ഋഷഭദേവനെ പറയണത് എത്രയോ ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പ്രകാശിച്ച ഒരു അവതാരം എന്നാണ്. അവർ ആദിനാഥൻ എന്നാണ് ഋഷഭദേവന് പറയുക. ആദിനാഥൻ. ധാരാളം തീർത്ഥങ്കരന്മാരുണ്ട്. ശാന്തിനാഥൻ, പാർശ്വനാഥൻ, സുപാർശ്വനാഥൻ എന്നിങ്ങനെ നാഥസമ്പ്രദായമാണ് അതൊക്കെ. അതിൽ ആദിനാഥനാണ് ഋഷഭദേവൻ. ഇത് ഭാഗവതത്തിൽ അതിനെക്കുറിച്ച് സൂചനയുമുണ്ട്, ഇങ്ങനെയൊക്കെ വരുമെന്നും. ഋഷഭദേവൻ തൻ്റെ 100 മക്കളിൽ എല്ലാവർക്കും അച്ഛൻ തന്നെ ഉപദേശം ചെയ്തു. നോക്കൂ, കുടുംബത്തിൽ രാജാവായിട്ട് വലിയ ജോലിയൊക്കെ ചെയ്ത് മക്കൾ 100 ആളുകൾ, 100 എന്ന് വെച്ചാൽ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ ദുബായിലും അവിടെ ഇവിടെയൊക്കെ പോയാൽ കുറേ ആളുകൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഋഷഭദേവന് ഹൃദയേന ജാതാഹ എന്നാണ് ഭാഗവതം പറയുന്നത്. ഹൃദയത്തിൽ നിന്ന് ജനിച്ചു അത്രേ അവർ. അതിൽ 9 ഇവരെയൊക്കെ അച്ഛൻ ഉപദേശിച്ചു. ജീവിതം വ്യർത്ഥമാക്കി കളയരുത് കേട്ടോ, ഈ ജീവിതം ബ്രഹ്മജ്ഞാനത്തിനുള്ളതാണ്, ഇത് ശൂന്യമായ വിഷയങ്ങൾക്കായിട്ട് ഉപയോഗിക്കരുത് എന്ന് അച്ഛൻ ഉപദേശിച്ചു. നായം ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാൻ അർഹത്തെ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേത് ബ്രഹ്മസൗഖ്യം തു അനന്തം. ഹേ പുത്രകാഹ, കുട്ടികളെ, അദ്ദേഹത്തിന് എല്ലാവരും കുട്ടികളാണ്, ചെറിയ കുട്ടികളെ വിളിക്കുന്ന ബാലാഹ എന്നുള്ള അർത്ഥത്തിലാണ്. ഈ ദേഹം ഉണ്ടല്ലോ, മനുഷ്യ ശരീരം, ഇത് വ്യർത്ഥമാക്കി കളയരുത്, വളരെ അപൂർവമാണ്. വിഡ്ഭുജാം എന്ന് വെച്ചാൽ മലന്തീനികൾക്ക് പോലും സുലഭമായിട്ടുള്ള വിഷയങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഈ മനുഷ്യ ശരീരം. തപോ ദിവ്യം പുത്രകാഹ ഏന സത്വം ശുദ്ധേത്. ഈ ശരീരം കൊണ്ട് തപസ് ചെയ്യണം, സത്സംഗത്തിലിരിക്കണം, ആത്മവിചാരം ചെയ്യണം, ഭഗവത് ധ്യാനം ചെയ്യണം, യോഗാഭ്യാസം ചെയ്യണം.
നമ്മളുടെ ഉള്ളിലുള്ള സത്വഗുണം ശുദ്ധമാവും. സത്വഗുണം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും, ഭഗവത്ഗീത വായിക്കുമ്പോൾ മനസ്സിലാവും, ഒരു സത്സംഗം കേൾക്കുമ്പോൾ അപ്പോൾ തന്നെ ജ്ഞാനസ്ഫൂർത്തി ഉണ്ടാവും. അതാണ് നല്ല ശുദ്ധസത്വത്തിൻ്റെ ലക്ഷണം. സത്വഗുണം ഇല്ലെങ്കിലേ തമോ ഗുണമാണെന്ന് വെച്ചോളൂ, പ്രഭാഷണം തുടങ്ങേണ്ട താമസം ഉറങ്ങിപ്പോവും. ചില ആളുകൾക്ക് അങ്ങനത്തെ സിദ്ധിയുണ്ട്, ഗോവിന്ദനാമ സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ മതി ഉറങ്ങിപ്പോവും. തമോ ഗുണമാണ്. രജോ ഗുണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നിക്കൊണ്ടേയിരിക്കും, ഉള്ളിലൊരു വിക്ഷേപം ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ഒരു ക്ഷോഭം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് സത്വഗുണമാണെങ്കിൽ ശ്രവണമാത്രത്തിൽ ഉള്ളിൽ സത്യം പ്രകാശിക്കും. സത്വാത് സഞ്ചാര്യത്തെ ജ്ഞാനം എന്ന്. സത്വഗുണം ശുദ്ധമാവാൻ ഏറ്റവും ഉത്തമ തപസ് എന്താ? ആഹാരം. ഇപ്പം ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ആഹാരശുദ്ധവും സത്വശുദ്ധി. നമ്മൾ കഴിക്കുന്ന ആഹാരം ഉണ്ടല്ലോ, സ്ഥൂലമായ ഭാഗം മലമായിട്ട് പുറത്തേക്ക് പോകും, മധ്യമഭാഗം മാംസമായിട്ട് തീരും, സൂക്ഷ്മാംശം മനസ്സായിട്ട് തീരും. അന്നമശിതം ത്രേധാ വിധീയത്തെ തസ്യ യസ്ഥവിഷ്ടോ ധാതുഃ തത്പുരീശം ഭവതി. യോ മധ്യമഃ തന്മാംസം യോ നിഷ്ടഃ തന്മനഃ. മനസ്സിൻ്റെ ആഹാരത്തിൻ്റെ സൂക്ഷ്മാംശമാണ് മനസ്സ് എന്നാണ്. അത് ഉണ്ടാക്കുന്ന ആളുകളെ കൊണ്ട് ആഹാരത്തിൻ്റെ സ്വഭാവം, പ്രകൃതി കൊണ്ട്, ചിലപ്പോൾ ആഹാരം മാംസം, മീന്, ഇതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഈ ഭക്ഷണങ്ങളൊക്കെ തന്നെ നിശ്ചയമായിട്ട് വർജിക്കണം. പക്ഷേ പച്ചക്കറികളൊക്കെ കഴിക്കുമ്പോഴും ആളുകൾക്ക് ഉള്ളി കൂടാതെ പറ്റില്ല. അതും മരുന്നാണ്, നല്ല മരുന്നാണ് ഉള്ളി. പക്ഷേ സത്വഗുണത്തിന് പ്രതിബന്ധമാണ്. ഇതൊക്കെ ഒരു സാധകൻ്റെ കാര്യത്തിലാണ് പറയണത്. സമൂഹത്തിൽ പൊതുവെ പോയി പറയേണ്ട കാര്യമല്ല. ഒരു സാധകന് ഭഗവത് ധ്യാനം ചെയ്യണമെന്ന് പറയുമ്പോൾ ആഹാരശുദ്ധി. കേരളത്തിൽ പലർക്കും ഉള്ളി ഇല്ലാതെ എങ്ങനെയാണ് പാചകം ചെയ്യാമെന്നേ അറിയില്ല. സാധിക്കുമെങ്കിൽ പായസത്തിലടക്കം ഉള്ളി ഇട്ടുണ്ട്, അങ്ങനെയാണ്. അപ്പോൾ ആഹാരശുദ്ധവും സത്വശുദ്ധി. സത്വശുദ്ധവും ധ്രുവാസ്മൃതി. പണ്ടൊക്കെ, ഇപ്പൊക്കെ മാറി, മുമ്പൊക്കെ ഋഷികേശ്, ഹരിദ്വാർ പോയാൽ എവിടെ ഉള്ളി കിട്ടില്ല. ഒരു സ്ഥലത്ത് ഉള്ളി കൊണ്ട് ആഹാരപാചകം ചെയ്യില്ല അവർ. അപ്പോൾ ആഹാരശുദ്ധി ഒരു കാര്യം. തപസ്സിന് ആഹാരത്തിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാവണതേ. നോക്കൂ, വേദം പറയുന്നു, സൂര്യൻ പ്രകാശിക്കുന്നു, മഴ പെയ്യുന്നു, മഴ പെയ്തിട്ട് ചെടികൾ, സസ്യലതാദികൾ ഉണ്ടാവുന്നു. ആ ലതാദികളിൽ നിന്നും ആഹാരം ഉണ്ടാവുന്നു, സാത്വിക ആഹാരം ഉണ്ടാവുന്നു. സാത്വിക ആഹാരം കഴിച്ചിട്ട് തപസ് ചെയ്യുന്നു. തപസ് ചെയ്ത് പടിപടിയായിട്ട് ഇയാൾക്ക് ജ്ഞാനവിചാരം, ജ്ഞാനം ഉണ്ടാവുന്നു. അപ്പോൾ ആഹാരത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാവുന്നു. ഇങ്ങനെ വേദം ഒരു കാര്യം പറയുകയാണ്. യാഭിരാതിഥ്യസ്തപതി രശ്മിഭിഃ താഭിഃ പർജന്യോ വർഷതി പർജന്യേനോഷധി വനസ്പതയഃ പ്രജായന്ത ഓഷധി വനസ്പതിഭിരന്നം ഭവത്യന്നേന പ്രാണാഃ പ്രാണൈർബലം ബലേന തപസ്തപസാ ശ്രദ്ധാ ശ്രദ്ധയാ മേധാ മേധയാ മനീഷാ മനീഷയാ മനോ മനസാ ശാന്തിഃ ശാന്ത്യാ ചിത്തം ചിത്തേന സ്മൃതിഃ സ്മൃത്യാ സ്മാരഃ സ്മാരേണ വിജ്ഞാനം വിജ്ഞാനേന ആത്മാനം വേദയതി തസ്മാദന്നം ദദൻ സർവാണ്യേതാനി ദധാത്യന്നാത് പ്രാണാ ഭവന്തി ഭൂതാനാം പ്രാണൈർമനോ മനസശ്ച വിജ്ഞാനം വിജ്ഞാനാദാനന്ദോ ബ്രഹ്മയോനിഃ. എവിടെയാ തുടങ്ങിയത്? സൂര്യൻ പ്രകാശിക്കുന്നത് തൊട്ട് തുടങ്ങി. ആഹാരം കഴിച്ച് സത്വഗുണം ഉണ്ടായി, സത്വഗുണം കൊണ്ട് വിചാരശക്തി ഉണ്ടായി, വിചാരശക്തി കൊണ്ട് ആത്മജ്ഞാന ഉദയം ചെയ്തു. അപ്പോൾ ഒരാൾക്ക് അന്നം കൊടുക്കുമ്പോൾ അയാൾക്ക് ആത്മജ്ഞാനത്തിനുള്ള ഒരു റോ മെറ്റീരിയലാണ് കൊടുക്കുന്നത് എന്നാണ്, സാമഗ്രിയാണ് കൊടുക്കുന്നത്. ആര് കണ്ടു? ഒരുപക്ഷെ ഈ ഭക്ഷണം കഴിച്ച് അയാൾക്ക് ജ്ഞാനം ഉണ്ടാവും, സാക്ഷാത്കാരം ഉണ്ടാവും. അങ്ങനെ
ഋഷഭദേവൻ പറഞ്ഞു, അതുകൊണ്ട് കുട്ടികളെയും ഈ ശരീരത്തിനെ ഭഗവത് ആരാധനയ്ക്കായിട്ട് ഉപയോഗിക്കണം, നാമജപം ചെയ്യണം, സദ്ഗ്രന്ഥ പാരായണം ചെയ്യണം, സത്സംഗത്തിൽ ഇരിക്കണം, ദുസ്സംഗത്തിൽ ഇരിക്കരുത്, ഇങ്ങനെയൊക്കെ ഉപദേശിച്ചു. ഋഷഭദേവൻ്റെ ഉപദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. ഋഷഭദേവൻ പറഞ്ഞു, നിങ്ങൾ ഭഗവത് ആരാധനയ്ക്ക് നടക്കുമ്പോൾ നിങ്ങൾക്ക് നടുവിൽ ഒരു പക്ഷേ അമ്മ വന്നിട്ട് പറയുന്നു ഭഗവാനെ ആരാധിക്കരുതെന്ന് പറയുകയാണെങ്കിൽ ആ അമ്മ അമ്മയല്ല. അച്ഛൻ പറയാണ് ഭഗവത് ആരാധന ചെയ്യരുതെന്ന് പറയുകയാണെങ്കിൽ അത് അച്ഛനല്ല. ഇനിയിപ്പോൾ ഗുരുവാണ് പറയണത് ഭഗവത് ആരാധന ചെയ്യരുതെന്ന് പറയണമെങ്കിൽ അത് ഗുരുവല്ല. ഭഗവാനും നമുക്കും നടുവിൽ ആരും വരരുത്. ഗുരുർന സസ്യാത് സ്വജനോ ന സസ്യാത് പിതാ ന സസ്യാത് ജനനീ ന സാ സ്യാത് ദൈവം ന തത്സ്യാന്ന പതിശ്ച സത്സ്യാത് ന മോചയേദ്യ സമുപേത മൃത്യും. കാരണം നമ്മളുടെ മുമ്പിൽ മൃത്യു നിൽക്കാം, മരണം. ഇപ്പോൾ പരീക്ഷത്തിന് മരണം മുമ്പിൽ നിൽക്കണുണ്ട്, സമയമില്ല. ഈ സമയത്ത് ആരെങ്കിലുമൊക്കെ വന്ന് പിടിച്ചു നിർത്തി ഇനിയിപ്പോൾ ഭഗവത് ആരാധന ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ അയാൾ നമുക്കും നമ്മളുടെ അമൃതത്വത്തിനും നടുവിലാണ് നിൽക്കുന്നത്. അപ്പം അത് കേൾക്കരുത്. ഇതിനൊരു ദൃഷ്ടാന്തം പറയും. പ്രഹ്ലാദൻ്റെ അടുത്ത് ഹിരണ്യകശിപു അച്ഛനാണ് പറഞ്ഞു ഭഗവത് ആരാധന ചെയ്യരുതെന്ന് പറഞ്ഞു. പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛനെ നമസ്കരിച്ചു, ബാക്കിയൊക്കെ അച്ഛൻ പറയണതൊക്കെ കേട്ടു, ഭഗവത് ആരാധന ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് കേട്ടില്ല. ഇനിയിപ്പോൾ ആ ചണ്ടാമർക്കന്മാർ ഗുരുക്കന്മാർ അവരും പറഞ്ഞു, ഡോ ആനീയ താമരേ വേത്രം എന്നൊക്കെ പറഞ്ഞു, ചൂരൽ കൊണ്ട് പെടയ്ക്കവന് നാരായണ എന്ന് പറഞ്ഞാലെന്ന് പറഞ്ഞു. പ്രഹ്ലാദൻ പറഞ്ഞു, ഗുരുക്തമപിനഗ്രാഹ്യം യഥനർത്ഥേ അർത്ഥകൽപ്പനം. ഗുരു പറഞ്ഞതാണെങ്കിൽ പോലും ഈ അനർത്ഥമൊക്കെ അർത്ഥമായിട്ട് പറഞ്ഞാൽ കേൾക്കരുതെന്ന്. ഹന്താർഭകാഹാമേ ശൃണുത് വചോവ സർവത ശിവം ഗുരുക്തമപിനഗ്രാഹ്യം യഥനർത്ഥേ അർത്ഥകൽപ്പനം. അസുരകുട്ടികളോട് പറഞ്ഞതാണ്. സ്കൂള് പൂട്ടി. പ്രഹ്ലാദൻ ഈ കുട്ടികളെയൊക്കെ ഭഗവത് അഭിമുഖമായിട്ട് തിരിച്ചുവിട്ടു. അതുപോലെ കൈകേയി അമ്മ നടുക്ക് നിന്നു. ഭരതൻ അമ്മയും തള്ളി പറഞ്ഞ് രാമൻ്റെ പുറകിൽ പോയി ഇല്ലേ. അപ്പോൾ അതുപോലെ ശുക്രാചാര്യർ മഹാബലിക്ക് പ്രതിബന്ധം ചെയ്തു. ഇതൊക്കെ പുരാണ കഥകൾ. അപ്പോൾ അധ്യാത്മജീവിതത്തിൽ നമുക്ക് എപ്പോഴാണോ നമ്മളുടെ മുമ്പിൽ മൃത്യു വരണത് അപ്പോഴാണ് നമ്മൾ അധ്യാത്മജീവിതത്തിലേക്ക് ഉണരുന്നത്. ഇപ്പോൾ ഭാഗവതം തന്നെ പരീക്ഷിത്ത് കണ്ട മൃത്യുവാണ്. തൻ്റെ മുമ്പിൽ മൃത്യുവിനെ കണ്ടു പരീക്ഷിത്ത്. അപ്പോൾ പരമവൈരാഗ്യം ഉണ്ടായി. ഇപ്പോൾ ഭഗവാൻ രമണ മഹർഷിക്ക് മൃത്യുവാണ്, ഞാൻ മരിച്ചിരിക്കണു എന്നൊരു ദിവസം തോന്നി. ശരീരം മരിച്ചു, ഇത് കൊണ്ടുപോയി ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിച്ചു കളയും. ഈ ശരീരം മരിച്ചു പോകുമ്പോൾ എനിക്ക് എന്ത് സംഭവിക്കണു? ഞാൻ ആരാണ്? ഈ ശരീരത്തിൽ നിന്നും അന്യമായി എന്തെങ്കിലുമൊക്കെ ഉള്ളിലുണ്ടോ എന്ന് അന്വേഷിച്ചു. ഞാൻ 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 എന്നുള്ള ഈ അനുഭവത്തിൻ്റെ സ്വരൂപം എന്താണ്, വാസ്തവം എന്താണെന്ന് അന്വേഷിച്ചു. അത് ദേഹമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ശുദ്ധ ചൈതന്യമാണ്, ബോധമാണ് എന്നുള്ള സാക്ഷാത്തായിട്ട് അപരോക്ഷമായിട്ടുള്ള അനുഭവം ഉള്ളിലുണ്ടായി. ഈ അനുഭവത്തിന് കാരണമെന്താ? മൃത്യു മുമ്പിൽ വന്നു. ഇപ്പോൾ പരീക്ഷത്തിനും മൃത്യുവാണ്. സമുപേയത്തെ മൃത്യു. മൃത്യു നമ്മുടെ കൂടെ ഉണ്ടേ. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും മൃത്യു നമ്മുടെ കൂടെ ഉണ്ട്. പരീക്ഷത്തിന് 7 ദിവസം മൃത്യു വരില്ല എന്നാണ് ശാപം. നമുക്ക് 7 മിനിറ്റോ 7 സെക്കൻഡോ ഒന്നും പറയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും വരാം. പേടിക്കണ്ട കേട്ടോ. ഭാഗവതം കേൾക്കുമ്പോൾ വരില്ല എന്ന് പറയണം. മൃത്യുഹു ഇഹ ആഹൂതഃ ശാമിത്രകർമ്മണി. ഈ ഋഷികളൊക്കെ പറഞ്ഞു മൃത്യുവിനെ ഞങ്ങളിവിടെ ദർഭ ഇട്ട് ഇരുത്തി വച്ചിരിക്കുകയാണ്. മൃത്യുവും ഭാഗവതം കേൾക്കുകയാണ് യമനും. അപ്പം അതുകൊണ്ട് ഭാഗവത ശ്രവണ സന്ദർഭത്തിൽ വരില്ല. പക്ഷെ മൃത്യു നമ്മളുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്, നമ്മളുടെ മുമ്പിൽ കാണുന്നതാണ്. മരിക്കാതിരിക്കാൻ വേണ്ടി ഹിരണ്യകശിപു എന്തൊക്കെ ചെയ്തു ഇല്ലേ?
അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ, അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ പിടിച്ചെടുക്കാനായിട്ട് പുറപ്പെട്ട് എത്ര ആളെ കൊന്നു. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാണ് പഠിപ്പിക്കുന്നത്. ലോകം മുഴുവൻ നടന്ന ആതതായി. അങ്ങനെയുള്ള ആളെങ്ങനെ മരിച്ചു എന്നാണ് വിചാരിച്ചത് നിങ്ങൾ? ഒരു കൊതുക് കടിച്ചിട്ട്. നരസിംഹമൊന്നും വേണ്ടി വന്നില്ല, ഒരു കൊതുക് കടിച്ചു. ഭഗവാന് നരസിംഹമായിട്ടൊന്നും അവതരിക്കേണ്ടി വന്നില്ല, ഒരു കൊതുക് കടിച്ചു, ഒരു വ്യാധി വന്നു, മരിച്ചുപോയി. അപ്പോൾ മൃത്യു പുറകെ നടക്കുന്നുണ്ട്. ആ മൃത്യുവിൽ നിന്ന് ജയിക്കാനാണ് അങ്ങോട്ട് ഓടി നടക്കുന്നത്. പക്ഷേ മൃത്യുവിനെ എങ്ങനെ ജയിക്കും? ജ്ഞാനം മാത്രമാണ് അതിന് വഴി. വാസ്തവത്തിൽ നമ്മളുടെ സ്വരൂപം എന്താണ് എന്ന് അന്വേഷിച്ചറിയുമ്പോൾ നമ്മൾക്ക് ജനനമോ മരണമോ ഇല്ല, നമ്മൾ ശുദ്ധ ചൈതന്യമാണ്. ഇതാണ് ഭാഗവതത്തിൽ അവസാന ഉപദേശവും. ത്വം തു രാജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി. ഹേ രാജാവേ, നീ മരിക്കുമെന്നുള്ള ഈ ഭയം അങ്ങോട്ട് വിട്ടുകളയുക. ന ജാതഃ ത്വം, നീ ജനിച്ചിട്ടില്ല. നോക്കൂ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഫിലോസഫിയാണെന്ന് തോന്നും. വളരെ സിമ്പിൾ സത്യമാണ്. കാരണം നമുക്ക് ആർക്കെങ്കിലും ജനിച്ചത് ഓർമ്മയുണ്ടോ? ഒരാൾക്കും ഓർമ്മയില്ല അല്ലേ? ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ് കേൾക്കണത്. ഇന്ന ദിവസം ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെയൊക്കെ പറഞ്ഞ് പറ്റിക്കുക. ഒരാൾക്കും ജനിച്ചത് ഓർമ്മയില്ല. കാരണം ജനനം എന്നൊന്നും സംഭവിച്ചിട്ടില്ല. ഗർഭത്തിനുള്ളിലിരുന്ന ശരീരം പുറത്തേക്ക് വന്നു. അങ്ങനെ നോക്കിയാൽ പോലും തലേ ദിവസം ഗർഭത്തിനകത്ത് അതേ ശരീരം ഉണ്ടായിരുന്നു. ആ ഇരിപ്പ്, അസ്തിത്വം, നിലനിൽപ്പ്, അതിന് ഭാവമോ അഭാവമോ ഇല്ല. വരുക പോവുക എന്നുള്ളതില്ല. അത് നിത്യനിരന്തരം ഉള്ളതാണ്. അസ്ഥിത്യേവ ഉപലബ്ധവ്യഃ, അസ്ഥിത്യേവ ഉപലബ്ധസ്യ തത്വഭാവ പ്രസീദതി. ആ ഇരുപ്പ് ആത്മാവിൻ്റെ സ്വരൂപമാണ്. ഇപ്പം നമ്മളൊരു ഇരുട്ട് മുറിയിലിരുന്നാലും ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവമുണ്ട്. അവനവൻ്റെ ഇരുപ്പ്, നിലനിൽപ്പ്, അത് ആത്മാവിൻ്റെ സ്വരൂപമാണ്, ആത്മാവിൻ്റെ പ്രകാശമാണ്. ഈ സത്യം അറിഞ്ഞ ആൾ തനിക്ക് ജനനമോ മരണമോ ഇല്ല. താൻ സച്ചിദാനന്ദമായ വസ്തുവാണ്, ശുദ്ധ ചൈതന്യമാണ്, ബോധമാണ് എന്നുള്ള സാക്ഷാത്തായ അപരോക്ഷമായ ജ്ഞാനം അയാൾക്കുണ്ടാകും. അപരോക്ഷമാണ് ആത്മാ. അതിൻ്റെ ജ്ഞാനമുള്ളിൽ, തിരിച്ചറിവ് ഉള്ളിൽ ഉണ്ടാവും. ഇതാണ് ഋഷഭദേവൻ്റെ ചരിത്രത്തിൽ ഈ അറിവ്. ഒരുപക്ഷെ ഈ അറിവ് കിട്ടും. ഈ അറിവ് കിട്ടിയാൽ പോലും ഈ അറിവിൽ രമിച്ച് ശരീരത്തിന് മറന്ന് അനുഭൂതിരസത്തിൽ യസ്തു ആത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശമാനവ ആത്മന്യേവ ച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യത്തെ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. ആത്മാവിൽ രതി, ആത്മാവിൽ ആനന്ദം, ആത്മാവിൽ തന്നെ രമിച്ചുകൊണ്ട് ശരീരത്തിന് മറന്ന് നടക്കുക. അത് ഋഷഭദേവനിൽ കണ്ടു. നിത്യാനുഭൂത നിജലാഭ നിവൃത്ത തൃഷ്ണ ശ്രേയസ്യ തദ്രജനയാ ചിരസുപ്തബുദ്ധേഃ ലോകസ്യ യഃ കരുണയാ അഭയം ആത്മലോകമാഖ്യാത് നമോ ഭഗവതേ ഋഷഭായ തസ്മൈ. അദ്ഭുതമായ ശ്ലോകം. മുക്തിം ദദാതി കർഹിചിത് സ്മ ന ഭക്തിയോഗം. ഭഗവാൻ മുക്തിയെ കൊടുക്കും, ഭക്തി കൊടുക്കില്ല എന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭക്തി എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഋഷഭദേവൻ്റെ ചരിത്രത്തിൽ സാകാര സഗുണ ഭക്തിയൊന്നും കാണാനില്ല. അവിടെ ആത്മരതിയാണ് ഭക്തി. സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിരിത്യഭിധീയത്തെ. ആത്മജ്ഞാനം ഉണ്ടായി ജനകനെ പോലെ വീണ്ടും വ്യവഹാരത്തിലിരുന്നില്ല. ആത്മാവിൽ രമിച്ച്, ആത്മാവിൽ തന്നെ ആനന്ദിച്ച്, ശരീരത്തിന് മറന്ന് എല്ലാവരും കാണെ അവധൂതനായിട്ട് അങ്ങനെ സഞ്ചരിച്ചു. ഇപ്പോൾ ഭഗവാൻ രമണ മഹർഷിയൊക്കെ കണ്ടത് അങ്ങനെയാണല്ലോ. നിരന്തരം സമാധി, ഒരിക്കലും ഭംഗമില്ലാത്ത സമാധി, ആത്മാനുഭൂതിയാവുന്ന സമാധി ഋഷഭദേവനിൽ കണ്ടു. അതിനെയാണ് ഇവിടെ ഭാഗവതത്തിൽ പറഞ്ഞത്. പലർക്കും ജ്ഞാനം വരും, ചിലർക്ക് ക്ലാരിറ്റി വരും, ചിലർക്ക് ജ്ഞാന തെളിച്ചം വരും, ചിലർക്ക് അനുഭവം വരും. പക്ഷെ ആ അനുഭവത്തിൽ രമിച്ച് എല്ലാം മറന്ന് പരിപൂർണമായ നിസ്സംഗത, വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഃ സന്യാസയോഗാദ്യതയ ശുദ്ധസത്വാഃ. വേദാന്ത വിജ്ഞാന സുനിശ്ചയവും സർവസംഗപരിത്യാഗമായ പരമഹംസധർമ്മവും പൂർണ്ണമായിട്ട് ഋഷഭദേവനിൽ പ്രകാശിച്ചു എന്ന് മാത്രമല്ല, തൻ്റെ അനുഭൂതി എല്ലാവർക്കും ഉപദേശിക്കുകയും ചെയ്തു.
നിത്യാനുഭൂത നിജലാഭ. ഭാഷ്യത്തിൻ്റെ ക്രീമാണ് ഈ വാക്ക്. ആചാര്യസ്വാമി പറയുന്നുണ്ട്, ജ്ഞാനമേവ ലാഭ എന്ന് ബൃഹദാരണ്യക ഭാഷ്യത്തിൽ വരുന്നൊരു വാക്കാണ്. ആത്മാവ് ഇപ്പോൾ നമുക്ക് കഴുത്തിലിട്ടിരിക്കുന്ന ഒരു മാല കാണാനില്ല എന്ന് തിരഞ്ഞു. ആരോ പറഞ്ഞു, ഇതാ കഴുത്ത് കിടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. തൊട്ടു നോക്കിയപ്പോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതുപോലെയാണ് നമ്മൾ നിരന്തരം നമ്മളുടെ അസ്തിത്വം നമുക്ക് അനുഭവത്തിൽ ഉണ്ടായിരുന്നിട്ടും ഇതാണ് വസ്തു എന്ന് അറിഞ്ഞില്ല. ഇപ്പം ദേശികൻ വന്ന്, ഗുരു വന്ന്, ഇതാ നോക്കൂ തത്വമസി, നീ ഇതാണ് നിൻ്റെ സ്വരൂപം എന്ന് കാണിച്ചു തരുമ്പോൾ ആ ഗുരുകൃപ കൊണ്ട് ശ്രദ്ധ അതിലേക്ക് തിരിയുമ്പോൾ, ഇന്നലെ പറഞ്ഞല്ലോ, ഒരു ഇടിമിന്നൽ പോലെ വസ്തു ഉള്ളിലൊന്ന് പ്രകാശിച്ചു. പക്ഷെ അതും പോരാതാണ്. അതിൽ നിത്യാനുഭൂത നിജലാഭം എന്നാണ്. നിത്യാനുഭൂതമായ വസ്തുവിനെ പരിപൂർണമായി ലഭിച്ചു. നിവൃത്ത തൃഷ്ണ, ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിക്കപ്പെട്ടു. ശ്രേയസി അതദ്രചനയാ ചിരസുപ്ത ബുദ്ധേഹേ, മോക്ഷമാർഗത്തിൽ മറന്നു കളഞ്ഞിട്ട് ഈ ശരീരം, മനസ്സ്, ബുദ്ധി ഇതൊക്കെയാണ് ഞാൻ എന്ന് ധരിച്ച് ഉറങ്ങിക്കിടക്കുന്ന ജീവന്മാർക്കായിട്ട് കരുണയാ, കാരുണ്യം കൊണ്ട് ഈ ആത്മവിദ്യ ഉപദേശിച്ചു. എന്താ ഉപദേശം? അഭയം. നോക്കൂ, ഭയമില്ലായ്മ. ഭയത്തിന് കാരണം എന്താ? രണ്ടാമതൊരു വസ്തു ഉണ്ടെങ്കിൽ ഭയമുണ്ട്. ദ്വിതീയാദ്വൈ ഭയം ഭവതി. അഭയം ആത്മലോകം ആഖ്യാത്, അഭയത്തിനെ ഉപദേശിച്ചു, ആത്മലോകത്തിനെ കാണിച്ചു കൊടുത്തു, ആത്മജ്ഞാനത്തിനെ ഉപദേശിച്ചു. അങ്ങനെയുള്ള ഋഷഭന് നമസ്കാരം എന്ന് പറഞ്ഞ് ഋഷഭചരിത്രം അവസാനിച്ചു. ഋഷഭ പരമ്പരയിൽ ഋഷഭദേവന് 100 കുട്ടികളെന്ന് പറഞ്ഞല്ലോ. ഈ ഉപദേശം കിട്ടിയവരൊക്കെ 9 പേര് ജീവൻ മുക്തരായിട്ട് തീർന്നു. കവി, ഹരി, അന്തരിക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജൻ. ഏകാദശ സ്കന്ധത്തിൽ ഈ യോഗികളുടെ കഥയൊക്കെ വരും. പിന്നെ 9 പേര് ബ്രാഹ്മണരായിട്ട് തീർന്നു. 9 പേര് രാജ്യാധിപതികളായി. ഭരതൻ അജനാഭവർഷത്തിൽ രാജാവായി അഭിഷിക്തനായി. ഭരതൻ ഭരണം ചെയ്തതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് ഭാരതം എന്ന പേര് വന്നത്. അതുവരയ്ക്കും അജനാഭവർഷം എന്ന പേരായിരുന്നു. ഭരതസ്തു മഹാഭാഗവതഃ യഥാ ഭഗവതാം അവനിതല പരിപാലനായ സഞ്ചിന്തിതഃ തദനുശാസനപരഃ പഞ്ചജനീം വിശ്വരൂപദുഹിതരം ഉപയേമേ. അജനാഭം നാമൈതദ്വർഷം ഭാരതമിതി യഥാ ആരഭ്യ വ്യപദിശന്തി. ഭരതൻ രാജ്യഭരണം ചെയ്തതുകൊണ്ടാണ് ഈ രാജ്യത്തിന് ഭാരതം എന്ന് പേര് വന്നത്. എന്നുവെച്ചാൽ അത്രയും ഗംഭീരമായി രാജ്യഭരണം ചെയ്തു, യാഗയജ്ഞങ്ങളൊക്കെ ചെയ്തു, ആ കർമാനുഷ്ഠാനമൊക്കെ ഭഗവത് അർപ്പണമായിട്ട് ചെയ്തു. കർമ്മത്തിനെ യോഗമായിട്ട് ചെയ്യുമ്പോൾ ചിത്തം ശുദ്ധമാവും. ചിത്തം ശുദ്ധമായി എന്ന് എങ്ങനെ അറിയും? ആരും പറയില്ല അവരവരുടെ മനസ്സ് അശുദ്ധമാണെന്ന്, അല്ലേ? പല ആളുകളും പറയുന്നു നാമം ജപിച്ചൂടെ. അതൊന്നും വേണ്ട, മനസ്സ് ശുദ്ധമായിട്ട് ഇരുന്നാൽ മതി എന്ന്. മനസ്സ് ശുദ്ധമായ വേണ്ടില്ലല്ലോ. നാമജപം തന്നെ എന്തിനാ? മനസ്സ് ശുദ്ധാവാനാണ്. ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഭഗവൻ നാമജപം ചെയ്യാൻ പറയണത്. ഇപ്പോൾ ചിത്തശുദ്ധിയായി എന്നുള്ളതിന് ലക്ഷണം എന്താണെന്ന് വെച്ചാൽ, അപ്പം നാമത്തിൽ രുചി ഉണ്ടാവും, ഭഗവത് കഥയിൽ രുചി ഉണ്ടാവും, അധ്യാത്മശാസ്ത്രത്തിൽ രുചി ഉണ്ടാവും, സത്സംഗത്തിൽ രുചി ഉണ്ടാവും. ഈ അധ്യാത്മ സംസ്കാരം ഉണരും. ഇപ്പം ഭരതന് ഈ രുചി വന്നതോടുകൂടെ രാജ്യമൊക്കെ മക്കളെയൊക്കെ ഏൽപ്പിച്ച് വാനപ്രസ്ഥത്തിനായിട്ട്, തപസ്സിനായിട്ട് നിശ്ചയിച്ച് ചക്രനദീ തീരത്തിൽ, നമ്മളിന്ന് മുക്തിനാഥ പറയണ്ടല്ലോ, ഗണ്ഡകി, അവിടെ തപസ്സിനായിട്ട് പോയി. അവിടെ ചെന്ന് ആ പുലഹാശ്രമത്തിൽ തപസ്സിലിരുന്നു. ഭഗവാനെ ആരാധിച്ച് വലിയ യോഗ അഭ്യാസം ചെയ്ത് മനസ്സ് നല്ല ഏകാഗ്രമായി ഭഗവാന്റെ ദിവ്യരൂപത്തിൽ. രാവിലെ എണീറ്റ് കഴുത്തിന് വെള്ളത്തിൽ നിന്ന് ജപം തുടങ്ങിയ വൈകുന്നേരം ആവുന്നത് അറിയില്ല എന്നാണ്, സൂര്യാസ്തമനം അറിയില്ല. അങ്ങനെ ഒരു തപസ്സുണ്ടായി. ക്രമേണ ഹൃദയത്തിൽ ഭഗവത് അനുരാഗം ഉദിച്ചു. തയേത്തമവിരത പുരുഷപരിചര്യയാം ഭഗവതീ തയ പ്രവർദ്ധമാനാനുരാഗ ഭരദ്രുത ഹൃദയ ശൈഥില്യ.
പ്രഹർഷവേഗേന ആത്മനി ഉദ്ഭിദ്യമാന രോമ പുളക കുളക ഔത്കണ്ഠ്യ പ്രവൃത്ത പ്രണയ ബാഷ്പ നിരുദ്ധാവലോകനയന ഏവം നിജരമണാരുണ ചരണാരവിന്ദാനുധ്യാന പരിചിത ഭക്തിയോഗേന പരിപ്ലുത പരമാഹ്ലാദ ഗംഭീര ഹൃദയ ഹൃദ അവഗാഢധിഷണഃ താമപി ക്രിയമാണാം ഭഗവത്സപര്യാം ന സസ്മാര. ഭഗവാനെ അങ്ങനെ ആരാധിച്ച് ധ്യാനിച്ച് കണ്ണിൽ കണ്ണീര് നിറഞ്ഞ് ശരീരത്തിലൊക്കെ രോമാഞ്ചം ഉണ്ടായി. ആ സപര്യം മറന്നുപോയി എന്നാണ്. ശരിക്കും ഭഗവത് ഭക്തി ഉള്ളിൽ വരുമ്പോൾ ചിലപ്പോൾ പൂജയൊക്കെ രാമകൃഷ്ണ പരമഹംസരൊക്കെ അങ്ങനെയായിരുന്നു. കാളിക്ക് പൂജിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ആ പുഷ്പം തന്നെ തലയിലിടും, ചിലപ്പോൾ മറന്ന് അങ്ങനെ ഇരുന്നു പോവും, ചിലപ്പോൾ അമ്പലം അടച്ചിട്ട് നേദ്യത്തിന് അടച്ചിട്ട് ധ്യാനിച്ച് കഴിഞ്ഞ് ആളുകൾ കാത്തുകൊണ്ടിരിക്കുകയാണ്, തുറക്കില്ല, ഒരുപാട് നേരമാവും. അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് ചിലപ്പോൾ പൂജയൊന്നും ചെയ്യാൻ പറ്റാതാവും. കാഞ്ചി പരമാചാര്യർ ചന്ദ്രമൗളീശ്വര പൂജ വിട്ടത് അങ്ങനെയാണ്. ചിലപ്പോൾ ഒരുപാട് സമയമാവും, ചിലപ്പോൾ പെട്ടെന്ന് കഴിയും. വൈകുന്നേരം ആകുമ്പോൾ ഈ പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ട് ഒരു പ്രദക്ഷിണം ഉണ്ടായിരുന്നു അമ്പലത്തിൽ കാമാക്ഷി സന്നിധി. ഒരു ദിവസം ഇങ്ങനെ ജപം ചെയ്തുകൊണ്ട്, ഞാൻ പറയണത് ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമിയുടെ കഥ, ആ ഭാവസ്ഥിതിയിൽ ജപം ചെയ്ത് ഒരുമാതിരി അർദ്ധനിമീലിതാക്ഷനായി പ്രദക്ഷിണം ചെയ്യുക. ഒരാൾ വഴിയിൽ നമസ്കരിച്ചു. നോക്കൂ, വഴി നടക്കുമ്പോൾ നമ്മൾ വഴിയിൽ നമസ്കരിക്കാൻ പാടില്ല, അതും ഒന്ന് ഓർത്തോളൂ. വഴിയിൽ നമസ്കരിച്ചു. വഴിയിൽ നമസ്കരിച്ചപ്പോൾ അതൊന്നും അറിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗ്യം, അദ്ദേഹത്തിന് മേലെ ചവിട്ടി കയറിപ്പോയി. പിന്നെയാണ് അറിഞ്ഞത്, ഇങ്ങനെ ഒരാൾ ഇടയിൽ നമസ്കരിച്ചു എന്ന് അറിഞ്ഞതോടുകൂടി പറഞ്ഞു ഇനി ആളുകൾ ഒന്ന് മാറ്റി നിർത്തണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഒരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാലേ, നമുക്ക് തിരുവണ്ണാമലയിലൊരു സ്വാമി, നല്ല തപസ്വിയായൊരു സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതുപോലെ ഒരു ദിവസം ഒരു ശിഷ്യ വഴിയിൽ നമസ്കരിച്ചു. സ്വാമി അതിന് മേത്ത് കൂടെ അങ്ങടേക്ക് വീണ് കാല് ഫ്രാക്ചറായി. അതുകൊണ്ട് നമസ്കരിക്കുമ്പോൾ നമ്മളുടെ ഭക്തിയൊക്കെ കൊള്ളാം. ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകുമ്പോഴേ പ്രഭാഷണത്തിന് പോകാൻ, അപ്പോൾ കാറിലാണ്, ഞാൻ വേഗം പിടിച്ചിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളെ പിടിച്ച് നിർത്തി. കാരണം ആർക്കോ ഭക്തി വന്നിട്ട് മുമ്പിൽ നമസ്കരിച്ചിരിക്കുകയാണ്, ഇയാൾ കണ്ടില്ല, കാർ ഓടിക്കുന്ന ആൾ. അപ്പം ഇങ്ങനെയൊക്കെ ആയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശരീരപ്രജ്ഞയില്ലാത്ത അവസ്ഥ വരുമ്പോൾ പൂജയൊക്കെ ചിലപ്പോൾ നിന്നു പോകും. പൂജ എന്ത് ചെയ്യണമെന്നറിയില്ല. ഭാവസ്ഥിതിയിൽ ചിലപ്പോൾ പൂജ അനുഷ്ഠാനങ്ങളൊക്കെ മറന്നുപോയി കളയും. അങ്ങനെ ഒരു സ്ഥിതി ഭരതന് സിദ്ധിച്ചു. അങ്ങനെയൊക്കെ ആവുമ്പോഴും വാസനകൾ പൂർണ്ണമായിട്ട്, ഇപ്പം നോക്കൂ, ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവാണല്ലോ ഗജേന്ദ്രനായിട്ട് ജനിച്ചത്. അതേപോലെ ഉള്ളിൽ വാസനാ സംസ്കാരം ഉണ്ടെങ്കിൽ അടുത്തൊരു ജന്മം എടുക്കേണ്ടി വരാം. പക്ഷേ ജന്മം എടുത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഭഗവത് ആരാധനയുടെ സംസ്കാരം ഉള്ളിലുണ്ടാവും. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. നിങ്ങൾ ഭഗവത് ആരാധന ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരു പക്ഷെ ജനിച്ചാലും ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായത്തെ. നല്ല സംസ്കാരമുള്ള ഭഗവത് ആരാധനയുടെ സൗകര്യമുള്ള, അതിനൊക്കെ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് പോയി ജനിക്കും. അവിടെ സന്ദർഭമാകുമ്പോൾ തത്രതം ബുദ്ധിസംയോഗം ലഭത്തെ പൗർവദേഹികം യഥതേച്ച തത്തോ ഭൂയ സംസിദ്ധൗ കുരുനന്ദന. അവിടെ ഒരു നല്ല സന്ദർഭമാകുമ്പോൾ വീണ്ടും ഓർമ്മ വരും, പൂർവ്വജന്മത്തിൽ ചെയ്ത സംസ്കാരമൊക്കെ ഉണരും. വീണ്ടും ജപം, ധ്യാനം, ഈ വിഷയങ്ങളിലേക്കും ഭഗവത് ആരാധനയിലേക്കും. ഇപ്പോൾ ഭാഗവതമാണ് വായിച്ചുകൊണ്ടിരുന്നിരിക്കണമെങ്കിൽ വീണ്ടും ഭാഗവതത്തിലേക്ക് വരും, ഒരു കുറവുണ്ടാവില്ല. അതുകൊണ്ട് ഭരതൻ ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം വെള്ളത്തിലിറങ്ങി തപസ് ചെയ്യാൻ. തപസ്വികൾക്ക് ഏറ്റവും വിഷമം പിടിപ്പിക്കുന്ന കാര്യം സംഘമാണ്, അറ്റാച്ച്മെൻറ്റ്. നമ്മൾ വിചാരിക്കണ പോലെ അത്ര എളുപ്പമല്ല. അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ തിരുവണ്ണാമലയ്ക്ക് വരും. ഒരു 3-4 കേസുകൾ എനിക്കറിയാം.
അവർ ഞങ്ങൾക്ക് ആത്മജ്ഞാനം വേണം, അല്ലെങ്കിൽ അധ്യാത്മമായ പുരോഗതി വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. വളരെ സീരിയസ് ആയിട്ട് പുസ്തകമൊക്കെ വായിച്ച് വന്ന് നല്ല ഭഗവതാരാധന ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും നായ എടുത്ത് വളർത്തുക, അല്ലെങ്കിൽ അവിടെയുള്ള നായ്ക്കുട്ടികളെയൊക്കെ നോക്കുക. ഒരമ്മ, എനിക്കറിഞ്ഞു ഒരമ്മ രമണാശ്രമത്തിൽ പൂച്ചക്കുട്ടിയെ ശരിക്കും നോക്കണില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് അവരൊരു പൂച്ചക്കുട്ടിയും എടുത്തിട്ട് യൂറോപ്പിലേക്ക് പോയി. തിരിച്ച് വന്നത് എന്തിനാ? വളരെ ഉയർന്നൊരു കാര്യത്തിൽ. അപ്പം മനസ്സെവിടെയെങ്കിലും ചെറിയ ചെറിയ കാര്യം, പൂച്ചക്കുട്ടി, നായക്കുട്ടിയും നമ്മളൊക്കെ ഇപ്പോൾ വീട്ടിലൊക്കെ വളർത്തുന്നുണ്ടല്ലോ അല്ലേ. ഇവിടെ ഇപ്പോൾ നായ ആവുമ്പോൾ പുറത്തൊക്കെ ചില വീട്ടിൽ മലമ്പാമ്പ്, പുലിക്കുട്ടിയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ മനസ്സങ്ങടെ ആസക്തമാവും, അറ്റാച്ച്ഡ് ആവും. സൂക്ഷിച്ചോളും. പ്രിയം ദോഷമല്ല, പക്ഷെ പ്രിയം ആസക്തിയായിട്ട് മാറിക്കഴിഞ്ഞാൽ ദോഷമാവും. നമ്മൾ വിചാരിക്കുന്നത് ഈ ആസക്തിയും പ്രിയവും ഒന്നാണെന്നാണ്. രണ്ടും ഒന്നല്ല. ആസക്തി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡോക്ടർക്ക് തൻ്റെ കുട്ടിക്ക് സർജറി ചെയ്യാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും ഡോക്ടറുടെ അടുത്ത്, സർജൻ്റെ അടുത്ത് പോകണം. എന്താണെന്ന് വെച്ചാൽ അറ്റാച്ച്മെൻറ്റ്, കൈവറയ്ക്കും. അപ്പോൾ ഹിതം പോലും ചെയ്യാൻ ഒക്കില്ല. ഇപ്പോൾ ഈ രാജാവ് അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാന്, ഗർഭിണിയായ മാന് വെള്ളം കുടിക്കാൻ വന്നു. കാട്ടിലുള്ള സിംഹഗർജനം കേട്ട് അതിൻ്റെ ഒരു ചാട്ടം ചാടിയപ്പോൾ വീണപ്പോൾ എവിടെയോ മരക്കുറ്റിയിലോ മറ്റോ വയറ് കീറി അതിൻ്റെ കുട്ടി വെള്ളത്തിൽ വീണു. മാന് മരിച്ചും പോയി. ആ മാൻകുട്ടി അങ്ങനെ ആ നദിയിൽ ഇങ്ങനെ ഒഴുകി 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 കണ്ണടച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഭരതൻ്റെ മേലെ വന്ന് ഇങ്ങനെ സ്പർശിക്കുകയാണ്. അപ്പോൾ ഭരതമുനി, ഇപ്പോൾ മുനിയാണല്ലോ, ഭരതമുനി ഇങ്ങനെ തിരിഞ്ഞു നോക്കി. ഒരു കൊച്ചുമാൻ, ചെറിയ മാൻകുട്ടി, ആ മാൻകുട്ടിയെ എടുത്തു കൊണ്ടുവന്ന് കരയ്ക്ക് കൊണ്ടുവന്ന് വെച്ചു. ഒരു ദയ തോന്നി, കരുണ തോന്നി, എടുത്തു കൊണ്ടുവന്ന് വെച്ചു. തിരിച്ച് വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ തോന്നി അതിങ്ങനെ കിടന്ന് വിറയ്ക്കാം. അപ്പോൾ തോന്നി അയ്യോ അത് ചത്തുപോകുമല്ലോ, അതിന് വല്ലതുമൊക്കെ ആഹാരം വേണമല്ലോ, എന്ത് ചെയ്യും? എടുത്തുകൊണ്ട് കുടീരത്തിലേക്ക് കൊണ്ടുപോയി, തൻ്റെ പർണശാലയിൽ കൊണ്ടുപോയി വൈക്കോലൊക്കെ പരത്തി അതിൽ കിടത്തി കാട്ടുതേനൊക്കെ കൊടുത്ത് ഈ മാൻകുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നു. ഇങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കുണ്ടല്ലോ സദാ ഈ മാൻകുട്ടിയെക്കുറിച്ചുള്ള ചിന്തയാണ്. ഭഗവാന്റെ പീതാംബരം എന്ന് ചിന്തിച്ചാൽ ആ മാൻകുട്ടിയെ ഓർമ്മ വരും, മാൻകുട്ടിയുടെ പ്രിയം ഓർമ്മ വരും. അതിനോട് മനസ്സ് വല്ലാതെ ആസക്തമായിട്ട് തീർന്നു. അതും യോഗികളുടെ മനസ്സിൽ മറ്റു ആഗ്രഹങ്ങളൊന്നുമില്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സങ്കല്പം ഉദിച്ചു കഴിയുമ്പോൾ ആ സങ്കല്പം പ്രബലമായി. അപ്പോൾ ഈ മാനിൻ്റെ രൂപമുള്ളിലിങ്ങനെ വന്നു. എപ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്തയാണ്, അതിനോടുള്ള പ്രിയമാണ്. കുറച്ച് കുറച്ചായിട്ട് ആ മാൻ വലുതാവുമ്പോൾ ചിന്തിക്കും, ഈ മാനിന് ഞാനാണല്ലോ അമ്മ, ഇതിന് ഞാനാണ് അച്ഛൻ, വേറെ ആരും ഇല്ല. അത് കാട്ടിലെവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അയ്യോ സിംഹം പിടിക്കുമോ, പുലി പിടിക്കുമോ, അതിനെന്തെങ്കിലുമൊക്കെ ആപത്ത്. നമുക്ക് വളരെയധികം ഒരു പരിചയം തോന്നുന്നില്ലേ ഈ ഭാവം അല്ലേ? കുട്ടികളൊക്കെ സ്കൂളിൽ പോയാലേ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ ഇങ്ങനെ നിന്നുകൊണ്ടേയിരിക്കും, വരണ്ടോ 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 വരണ്ടോ. അതേപോലെയാണ് ചിലപ്പോൾ ശുഖബ്രഹ്മ മഹർഷി അങ്ങനെയൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് ആ മാൻകുട്ടിന്ന് കഥ പറയണം. നമ്മളുടെയൊക്കെ കഥ തന്നെ. ഇങ്ങനെ ഇതിങ്ങനെ വരണ്ടോ 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 നോക്കിയിരിക്കും. അത് ചിലപ്പോൾ ഒരു ദിവസം വരും, ചിലപ്പോൾ 2 ദിവസം വരില്ല. കാട്ടിലിങ്ങനെ പോവും. കുറച്ച് വലുതായപ്പോൾ ഇദ്ദേഹം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ വന്നിട്ട് അപരുഷ വിഷാണേന്, കൊമ്പ് നല്ലവണ്ണം മുളച്ചിട്ടില്ല, ഇത്തിരി കുറച്ചേ മുളച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ നല്ല ഷാർപ്പല്ല, അത് നല്ല മൂർച്ചയില്ല, അതുകൊണ്ട് ഇങ്ങനെ വന്ന് മുതുകത്ത് ഇങ്ങനെ ചൊറിയത്രേ. അപ്പം നല്ല സുഖം. എന്നിട്ട് അടുത്ത ദിവസം മുതൽ മൃഷാസമാധിയാണ്, അങ്ങനെ ധ്യാനിക്കണ പോലെ ഇരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് വന്ന് ചൊറിയല്ലോ അതിന് വേണ്ടിയിട്ട് അല്ലേ. പല മുത്തശ്ശിമാർക്ക് അങ്ങനെയാണ്, ജപിക്കാനിരിക്കുമ്പോൾ പേരക്കുട്ടി വന്ന് മടിയിലിരിക്കും. അടുത്ത ദിവസം മുതൽ ജപിക്കാനിരിക്കുന്നത് തന്നെ ഇയാൾ വന്ന് മടിയിലിരിക്കണ്ടോയെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതേപോലെ ഈ മാൻകുട്ടിയെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച്
എന്തൊക്കെയാണ് ചിന്തിക്കുക അറിയോ? ഈ മാൻകുട്ടിയുടെ പാദസ്പർശം കൊണ്ട് ഭൂമി പവിത്രമായി. ഈ ഭൂമിക്ക് എന്തു ഭാഗ്യമാണ് ഈ മാൻകുട്ടിയുടെ പാദം സ്പർശിക്കാൻ. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പല വിധത്തിലും മനസ്സങ്ങനെ ആ മാനിൻ്റെ രൂപത്തിൽ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മാനും ബാക്കിയുള്ള മാനുകളുടെ കൂടെ എവിടെയോ പോയി. ഇതാണ് പ്രകൃതിയുടെ സ്വഭാവം. നമ്മൾ ആസക്തമാവുന്നവരെ ഉണ്ടാവും കൂടെ. നല്ലവണ്ണം ആസക്തമായിക്കഴിഞ്ഞാൽ അമേരിക്കയിൽ പഠിക്കാൻ പോകും. അത് കഴിഞ്ഞാൽ മകൻ വരണില്ല. ഒരമ്മ പറഞ്ഞു, എൻ്റെ മകനെ അമേരിക്കയിലേക്ക് അയക്കാൻ വേണ്ടി ഞാൻ എത്ര ചുറ്റി എറിയോ എറണാകുളത്തപ്പനെ. ഇപ്പം തിരിച്ചു ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അവൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വരണില്ല. അങ്ങോട്ട് പോയിട്ട് വിളിച്ചാൽ വരണില്ല എന്നാണ്. അപ്പോൾ വിഷമാണ്. ഇപ്പോൾ ഈ മാൻകുട്ടി പോയി. അപ്പോൾ മനസ്സിലിങ്ങനെ വേദനിച്ച് അഹിരിവ ആഖുബിലം എന്നാണ്. പാമ്പ് എലിയുടെ പൊത്തിലേക്ക് കയറി വരുന്ന പോലെ കാലം അങ്ങനെ വന്നു എന്ന് വെച്ചാൽ വയ്യാതായി. പ്രത്യേകിച്ച് നമുക്ക് പല രോഗങ്ങളും BP-യും അതും ഇതൊക്കെ വരുന്നത് സ്ട്രെസ്സാണ്. ടെൻഷൻ, സ്ട്രെസ്സ് ഒക്കെ കുറേ അറ്റാച്ച്മെൻറ്റ് കാരണമുള്ള വേദനകളൊക്കെ വന്നു കഴിയുമ്പോൾ അങ്ങനെ കയറും. ഷുഗർ കയറും, എല്ലാം ആയി. എല്ലാ വേദനകളും വന്നു, വയ്യാതായി, കിടപ്പായി. അപ്പോൾ ആലോചിച്ചു, രാജ്യമൊക്കെ ഉപേക്ഷിച്ച് ഞാൻ യോഗസാധനയ്ക്കായിട്ട് വന്നു, തപസ് ചെയ്തു, ഭഗവതാരാധന ചെയ്തു. ഇവിടെ വന്ന് ഈ മാനിൽ ആസക്തമായി ഞാൻ ഇങ്ങനെ ഒരു ഗതി എനിക്ക് വന്നുപോയല്ലോ ഭഗവാനെ. ഇങ്ങനെ വിചാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ആ മാൻ അടുത്ത് വന്ന് വളരെ പ്രിയമായിട്ട് നോക്കി നിന്നു. ഇപ്പം എന്തായി? വീണ്ടും മനസ്സതിലേക്ക് വന്നു. മനസ്സതിനെ ചിന്തിച്ചു. ശങ്കരാചാര്യരുടെ ഒരു ശ്ലോകമുണ്ട്, സാംബ ശിവാഷ്ടകം. ഭഗവാനെ മരിക്കണ സമയത്തെ യമഭടന്മാർ വരുമ്പോൾ ഞാൻ ഈ ലോകത്തിലുള്ള വിഷയങ്ങളൊക്കെ ചിന്തിച്ച് മരിക്കരുത്. അതിഭീഷണ കടുഭാഷണം യമകിങ്കരപടലീ. ഇപ്പോൾ അജാമിളോപാഖ്യാനം പറഞ്ഞില്ലേ, അതുപോലെ കൃതതാടന പരിപീഡന മരണാഗമ സമയേ ഉമയാ സഹ മമ ചേതസി യമശാസന നിവസൻ ഹരശങ്കര ശിവശങ്കര ഹരമേ ഹര ദുരിതം ദയിതാ മമ ദുഹിതാ മമ ജനനീ മമ ജനകോ മമ കൽപ്പിത മതിസന്തതി മരുഭൂമിഷു നിരതം. മരുഭൂമിയിലുള്ള വെള്ളം പോലെ, മരുമരീചിക പോലെയാണ് ഈ ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ. എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, എൻ്റെ സ്വത്ത്, ഇങ്ങനെ ഞാൻ ചിന്തിച്ച് ഭഗവാനെ മറന്നു കളയരുത്. അവസാനമാവുമ്പോൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഈ ലോകത്തിലുള്ള വിഷയങ്ങളൊക്കെ ചിന്തിച്ച് ഞാൻ മരിച്ചാൽ എൻ്റെ ഗതി എന്താവും? ഇപ്പോൾ മാനിനെ ചിന്തിച്ചുകൊണ്ട് ശരീരം വിട്ടു. രാജാവ് യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളയവരം തം തമേവൈതി കൗന്തേയ സദാ തദ്ഭാവഭാവിത. എന്തിനെ ചിന്തിച്ചുകൊണ്ടാണോ ശരീരം വിടുന്നത് അത് തന്നെ അടുത്ത ജന്മം, നിയമമാണ്. ഇപ്പോൾ മാനിനെ ചിന്തിച്ചുകൊണ്ട് ശരീരം വിട്ടു, മാനായിട്ട് ജനിച്ചു. പക്ഷേ ആ മാനിൻ്റെ ശരീരത്തിൽ ഭഗവതാരാധനാ സംസ്കാരം മുഴുവൻ ഉണ്ടായിരുന്നു. മാനായതുകൊണ്ട് ദോഷമൊന്നുമില്ല. ചിലപ്പോൾ ആ മൃഗശരീരത്തിൽ പ്രതിബന്ധമൊന്നുമില്ലല്ലോ. സ്കൂളിലേക്ക് പോകണ്ട, കോളേജിലേക്ക് പോകണ്ട, ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, ജോലി എടുക്കണ്ട. സ്വസ്ഥമായിട്ട് ഈ മാന ആശ്രമങ്ങളിലും ഋഷികളുടെ കവാടത്തിലും സത്സംഗം നടക്കുന്ന സ്ഥലത്തൊക്കെ ഇരുന്ന് കഴിച്ചുകൂട്ടി. തിരുവണ്ണാമലയിൽ മഹർഷി ഉള്ളപ്പോൾ മലയുടെ മുകളിൽ ഗുഹയിലൊരു നായ ഉണ്ടായിരുന്നു. ആ നായ പകലൊന്നും പുറത്തേക്ക് വരില്ല. രാത്രിയായ തെരുവിലിറങ്ങി ടൗണിലൊരു വീട്ടിൽ ചോറിട്ടുണ്ടാവും, അത് കഴിച്ചിട്ട് വരും. ആരുടെയും കണ്ണിൽ പെടില്ല. ഒരു ദിവസം മഹർഷിയെ എവിടെയോ വെച്ച് കണ്ടതോടുകൂടെ കൂടെ കൂടി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇവനൊരു യോഗഭ്രഷ്ടനാണ്. എത്ര ജാഗ്രതയോടുകൂടിയാണ് ജീവിക്കണമെന്ന് നോക്കൂ. ആരുടെയും കണ്ണിൽ പെടാതെ ഒരിടത്തും സംഘം വരാതെയാണ് ജീവിക്കണത്. ആശ്രമത്തിലും വളരെ വിചിത്രമായി പെരുമാറുമായിരുന്നു ആ നായ. മഹർഷിയുടെ മുമ്പിൽ ഒരു കാഷായ തുണി ഇട്ട് കൊടുത്താൽ അതിലേ ഇരിക്കുള്ളൂ. മഹർഷി കഴിക്കാതെ ഭക്ഷണം കഴിക്കില്ല. അത് ഒരുപാട് പേര് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല മധുര പലഹാരമൊക്കെ ഇട്ട് കൊടുത്തു, തിന്നില്ല.
അദ്ദേഹം ഒരു പൊട്ടെടുത്ത് വായിലിട്ട് അപ്പം കഴിക്കും. മഹർഷിയെ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുവാന്നായ. അപ്പോൾ ഇങ്ങനെയൊക്കെ യോഗഭ്രഷ്ടന്മാരൊക്കെ ചിലപ്പോൾ മൃഗശരീരത്തിൽ വരും. ഇപ്പോൾ രാമായണത്തിൽ ജടായു രാവണനോട് യുദ്ധം ചെയ്ത് കൈങ്കര്യം ചെയ്തുവല്ലോ രാമന്. അപ്പോൾ രാമൻ ജടായുവിനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ലക്ഷ്മണൻ്റെ അടുത്ത് പറയുന്നു, കണ്ണീര് വിട്ടുകൊണ്ടാണ് പറയണത്, എനിക്ക് ദശരഥൻ എങ്ങനെ പൂജ്യനാണോ അതുപോലെയാണ് തഥായം പതകേശ്വര സർവത്ര ഖലു ദൃശ്യന്തേ സാധവോ ധർമ്മചാരിണ ശൂരാഹ ശരണ്യാഹ സൗമിത്രേ തിര്യഗ്യോനികതേഷ്വപി എന്നാണ്. പക്ഷി മൃഗാദികളിലും മഹാത്മാക്കളുണ്ട്, മനുഷ്യരിൽ മാത്രമാണെന്ന് ധരിക്കേണ്ട എന്നാണ്. അപ്പോൾ ഈ മാന് പരമഭാഗവതനായിട്ട് ജീവിച്ചു, ഭക്തനായിട്ട് യോഗിയായിട്ട് ജീവിച്ച് സംഘം കൂടാതെ ആ ജന്മത്തിൽ കഴിച്ചുകൂട്ടി. ആ മൃഗദേഹത്തിലും ആ സ്മൃതി വിട്ടുപോയില്ല. അടുത്ത ജന്മം അങ്കിരസഗോത്രത്തിൽ ഒരു ഋഷിപുത്രനായിട്ട് ജനിച്ചു. ആ ബ്രാഹ്മണനും 2 പത്നിമാരും, അതിൽ രണ്ടാമത്തെ പത്നിയിലൊരു മിഥുനം, ഒരു ഇരട്ടക്കുട്ടികൾ, അതിൽ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും, അതിൽ ആൺകുട്ടിയായിട്ട് ജനിച്ചു. ഇത്രയും വ്യക്തമായിട്ടാണ് പറയണം. അപ്പം നമുക്ക് തോന്നും ഇത് ആര് പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ കഥയൊക്കെ അറിഞ്ഞ്? ഭരതൻ തന്നെ പറഞ്ഞിട്ട്, അദ്ദേഹം തന്നെ രഘുഗണൻ്റെ അടുത്ത് പിന്നീട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ അറിയും അല്ലേ പൂർവ്വചരിത്രമൊക്കെ? അപ്പോൾ അങ്ങനെ ജനിച്ചു. പക്ഷേ ജന്മന ഉപശാന്താത്മാന്ന് പ്രഹ്ലാദനെ പറഞ്ഞ പോലെ നിസ്സംഗനായി, ഒന്നിനോടും സംഘമില്ലാതെ അങ്ങനെ കഴിച്ചുകൂട്ടി. അഥകസ്യ ജിദ്വിജവരസ്യ അങ്കിരപ്രവരസ്യ ശമദമതപ സ്വാധ്യായ അധ്യയന ത്യാഗ സന്തോഷ തിദിക്ഷ പ്രശ്രയ വിദ്യാനസൂയാത്മജ്ഞാനാനന്ദയുക്തസ്യ ആത്മസദൃശ ശ്രുതശീലാചാര രൂപ ഔദാര്യഗുണാം നവസോദര്യ അംഗജാ ബഭൂവു മിഥുനം ച യവീയസ്യാം ഭാര്യായാം യസ്തു തത്ര പുമാംസ്തം പരമഭാഗവതം രാജർഷി പ്രവരം ഭരതം ഉത്സൃഷ്ടമൃഗശരീരം ചരമശരീരേണ വിപ്രത്വം ഗതം ആഹുഹു. ചരമശരീരേണ അവസാന ശരീരം, ഇനി ശരീരമില്ല ഭരതന്. അങ്ങനെയുള്ള ശരീരത്തോടുകൂടെ വിപ്രത്വം ഗതമാഹുഹു. അവിടെ ബ്രാഹ്മണ ശരീരത്തിൽ ജനിച്ചു. പക്ഷേ ഒരു കർമ്മത്തിലും പെട്ടില്ല, നിസ്സംഗനായിട്ട് കഴിച്ചുകൂട്ടി. ഉപനയന സംസ്കാരമൊക്കെ ചെയ്തിട്ട് ആ ബ്രാഹ്മണൻ കുറേ കാലം പഠിപ്പിച്ചു നോക്കി. വേദമല്ല, ഗായത്രി മാത്രം. ഒരുപാട് മാസം പഠിച്ചിട്ടും ഗായത്രി പോലും ശരിക്കും ചൊല്ലിയില്ല എന്നാണ്. ഗായത്രി പോലും ശരിക്കും ചൊല്ലിയില്ല. വേണമെന്ന് വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ പഠിച്ച് ശരിക്കും ചൊല്ലിയാൽ അടുത്തത് പഠിപ്പിക്കും. എന്തിനാ ഇപ്പോൾ റിസ്ക്? ഇതിന് വേണ്ടാന്നാണ്. ഈ പഠിപ്പ് എനിക്ക് വേണ്ട, ഇതൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ, കാരണം ഇതിൻ്റെയൊക്കെ തലപ്പിലാണ് ഇരിക്കണത്, ആത്മജ്ഞാന നിഷ്ഠയിലാണ് ഇരിക്കണത്. എത്ര വേദാഹ അവേദാഹ ഭവന്തി. വേദമൊക്കെ കടന്നുപോയി ജ്ഞാനനിഷ്ഠയിൽ ആത്മജ്ഞാന നിഷ്ഠയിലാണ് ഇരിക്കണത്. ഇനി പോയി പഠിക്കുക, ഇതൊക്കെ ഓർമ്മ വയ്ക്കുക, പറയുക, ഈ പരിപാടിക്കൊന്നുമില്ല. നിസ്സംഗനായിട്ട് മന്ദബുദ്ധി പോലെ, ചെവി കേൾക്കാത്ത ആളെ പോലെ, ഊമയെപ്പോലെ കാണിച്ചു. അച്ഛന് വളരെ വിഷമായി, മകൻ ഒന്നും പഠിച്ചില്ല, ഇങ്ങനെ ആയി എൻ്റെ ഗതി. വിഷമിച്ച് ആ ബ്രാഹ്മണൻ ശരീരം വിടുമ്പോൾ മറ്റേ മക്കളോടൊക്കെ പറഞ്ഞു, ഇവനെ കുറച്ച് നോക്കിക്കൊള്ളുക കേട്ടോ, ഇതിന് പാവം പഠിപ്പൊന്നുമില്ല. അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഏട്ടന്മാർക്കൊന്നും മനസ്സിലായില്ല. അവരും വേദമൊക്കെ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ടെങ്കിലും പരവിദ്യ, പരമാത്മജ്ഞാന വിദ്യയിൽ, ആത്മവിദ്യയിൽ അവർക്കൊന്നും വ്യുത്പത്തിയില്ല. ഈ യോഗിയുടെ സ്ഥിതിയൊന്നും അവർ മനസ്സിലാക്കിയില്ല. അവർ പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചു. എന്താ ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ചെയ്യും. എന്ത് ഭക്ഷണം കൊടുത്താലും കഴിക്കും, പിണ്ണാക്ക് കൊടുത്താലും കഴിക്കും എന്നാണ്. ബാഗിലിടുന്ന പോലെ വായിലിട്ടോളും, അല്ല സഞ്ചിയിലൊക്കെ ഇടുന്ന പോലെ കിട്ടുന്ന ഭക്ഷണം ഒന്നിനും കുറ്റം പറച്ചിലില്ല. ശരീരമോ നല്ല പുഷ്ടി. എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ കോൺഫ്ലിക്റ്റ് ഇല്ലല്ലോ. ഈ യോഗികളെന്ന് വെച്ചാൽ നമ്മൾ മെലിഞ്ഞിട്ടിരിക്കുന്നു വിചാരിച്ചാൽ ഭരതൻ ചേരില്ല അതിൽ. അതേ നല്ല പുഷ്ടിയായിട്ട് നല്ല ശരീരത്തോടു കൂടെ കിട്ടുന്ന ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ കഴിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ കൃഷിസ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക, വീരാസനത്തിലിരിക്കുകയാണ്, കാൽമേലിട്ട് ഗംഭീരമായിട്ട് ഇരിക്കുക. അപ്പോൾ കുറേ കാട്ടാളന്മാർ അവർ നരബലി ചെയ്യാണ്.
കാട്ടാള രാജാവ് നരബലിക്ക് ഒരാളെ പിടിച്ചോണ്ട് വന്നു. അയാൾ ഇവരിത്തിരി അജാഗ്രതയായിരുന്നപ്പോൾ ഓടിപ്പോയി. അപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് വരുമ്പോൾ ഉണ്ട് ഈ ഭരതൻ. ഇങ്ങനെ ഭരതൻ എന്ന് പേരില്ല കേട്ടോ, ബ്രാഹ്മണൻ. ഭരതൻ എന്നുള്ള പൂർവ്വജന്മത്തിലുള്ള പേരാണ്. ഈ ജന്മത്തിൽ എന്താ പേരെന്ന് ഇപ്പോൾ ആർക്ക് നിശ്ചയില്ല. അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ ബ്രാഹ്മണൻ അവിടെ കണ്ണിങ്ങനെ തുറന്നിരിക്കുന്നുണ്ട്, അനങ്ങാതെ ഇരിക്കുന്നുണ്ട്, നിശ്ചലമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാട്ടാളന്മാർ നോക്കി, ഇടോ ഇതാ നമുക്ക് പറ്റിയ ഒരു ചരക്ക് ഇവിടെ ഉണ്ട്, എടുത്തോണ്ട് പോവാം. അപ്പം അയാൾ പറഞ്ഞു, ഇല്ലല്ലേ ഇത് വല്ല ശിലയാണെന്ന് തോന്നുന്നു, അനക്കില്ല. അടുത്ത് ചെന്ന് നോക്കി, അനക്കില്ല, കണ്ണ് ചലിക്കണില്ല. തദ്വിഷ്ണോ പരമം പദം സദാ പശ്യന്തി സൂരയ ദിവീവ ചക്ഷുരാതം. ആകാശം നോക്കണ പോലെയാണെന്നാണ്. വേക്കൻറ്റ് ലുക്ക് എന്ന് പറയും ഇംഗ്ലീഷിൽ. വേക്കൻറ്റ് ലുക്ക്. കണ്ണിൽ രൂപമൊന്നുമില്ല, ദൃഷ്ടിയൊന്നുമില്ല, അഭിമാനമൊന്നുമില്ല, നിശ്ചലമാണ്, അനന്തതയുടെ ദൃഷ്ടിയാണ്, അചലമായിട്ടിരിക്കണു. അപ്പോൾ പിടിച്ചൊന്ന് പൊക്കി നോക്കിയാലോ ഒന്ന്. ആ നോക്കാം. പൊക്കി എഴുന്നേറ്റ് നിന്നു. നടക്കാൻ പറഞ്ഞപ്പോൾ നടന്നു. ഓ അപ്പോൾ വേണ്ടില്ലല്ലോ, ഒരു ബുദ്ധിമുട്ടില്ല. മറ്റേ ആൾ ഓടിപ്പോയ പോലെ ഓടിയൊന്നും പോയില്ല. കൂട്ടിക്കൊണ്ടുവന്ന് ഭദ്രകാളിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തി. പുരുഷപശും ഭദ്രകാള്യാഹ പുരതഃ ഉപവേശയാമാസു. അവിടെ കൊണ്ടുവന്ന് ഇരുത്തി നല്ലവണ്ണം കുളിപ്പിച്ചു. അമ്മ ഉള്ളപ്പോൾ എണ്ണ തേച്ച് കുളിപ്പിച്ചതാണേ, പിന്നെ അഭ്യംഗമൊന്നും ഉണ്ടായിട്ടില്ല. നല്ലവണ്ണം കുളിപ്പിച്ചു, സുഖമായിട്ട് കുളിച്ചു. വെട്ടാൻ വാളും ഒക്കെ ഉണ്ട്, കണ്ടാൽ മനസ്സിലാവും. ഭക്ഷണം കൊടുത്താൽ നമ്മൾ കഴിക്കുമോ? ഇതുമാതിരി സ്ഥിതിയിൽ സുഖമായിട്ട് കഴിച്ചു. കൊടുത്ത ഭക്ഷണമൊക്കെ കഴിച്ചു. കഴുത്തിൽ ചെമ്പരത്തിപ്പാലയൊക്കെ അണിയിച്ചു. എന്നിട്ട് അവിടെ ഇരുത്തി കഴിഞ്ഞ് വെട്ടാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടൊക്കെ ആയി. ഇതി വൃഷളാനാം രജസ്തമ പ്രകൃതീനാം ധനമദരജ ഉത്സിക്ത മനസാം ഭഗവത്കലാ വീരകുലം കദർത്ഥീകൃത്യ ഉത്പഥേന സ്വൈരം വിഹരതാം ഹിംസാ വിഹാരാണാം കർമ്മ അതിദാരുണം യത് ബ്രഹ്മഭൂതസ്യ സാക്ഷാത് ബ്രഹ്മർഷിസുതസ്യ നിർവൈരസ്യ സർവഭൂതസുഹൃദഃ സൂനായാമപി അനനുമതം ആലംബനം തദുപലഭ്യ ബ്രഹ്മതേജസാ അതിദുർവിഷഹേണ ദന്തഹ്യമാനേന വപുഷാ സഹസാ ഉച്ഛചാട സൈവദേവീ ഭദ്രകാളീ. ശ്രീ ശുഖബ്രഹ്മ മഹർഷിക്ക് സഹിച്ചില്ല. ബ്രഹ്മഭൂതസ്യ ബ്രഹ്മർഷിസുതസ്യ നിർവൈരസ്യ സർവഭൂതസുഹൃദഃ, അത്ര വിശേഷണങ്ങളാണ്. ആരാണ് ഇവിടെ വന്നിരിക്കുന്നത്? ബ്രഹ്മഭൂതസ്യ, ബ്രഹ്മഭൂതൻ, ബ്രഹ്മമാണ് ഇരിക്കുന്നത്, ഒരു വ്യക്തിയല്ല. ബ്രഹ്മർഷിസുതസ്യ, ബ്രഹ്മഋഷിയുടെ പുത്രനാണ്. രണ്ടർത്ഥത്തിലും. ഋഷഭദേവപുത്രൻ എന്ന് പൂർവ്വജന്മം എടുക്കാം. ഇപ്പോൾ അങ്കിരസ വംശത്തിലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബ്രഹ്മഋഷിയാണ്. ബ്രഹ്മർഷിസുതസ്യ സർവഭൂത സുഹൃത്ത. ജ്ഞാനിക്ക് ഒരു ലക്ഷണം എന്താ? എല്ലാവരുടെയും സുഹൃത്തെന്നാണ്, അന്യൻ ആരുമില്ല. സൂനായാമപി അനനുമതമാലംബനം തദുപലക്ഷ്യ ബ്രഹ്മതേജസ. കാളി, ഭദ്രകാളി അവിടെ അഷ്ടൗ ഭുജാംഗീം മഹിഷസ്യമർദ്ദിനീം സശങ്കചക്രാം ശരശൂലധാരിണീം അവിടെ ആവിർഭവിച്ചു. ഘോരമായി ഗർജിച്ചുകൊണ്ടും ഈ കാട്ടാളന്മാരുടെയൊക്കെ തലയൊക്കെ വെട്ടി അങ്ങനെ പന്ത് കളിച്ചു എന്നാണ്. അങ്ങനെ ഗർജിച്ചുകൊണ്ട് കാളി നിൽക്കുകയാണ്. നമുക്ക് ഓർമ്മ വരുന്നത് ശങ്കരാചാര്യരുടെ കഥയാണ് അല്ലേ? ആ കാട്ടാളൻ ശങ്കരാചാര്യരുടെ തല വേണമെന്ന് ചോദിച്ചു, കൂടെ പോയി. കാട്ടിൽ ചെന്ന് തല വെട്ടാൻ നിൽക്കുമ്പോൾ പത്മപാദാചാര്യരുടെ ഉള്ളിൽ നരസിംഹ ആവേശം ഉണ്ടാവുകയും ഘോരമായി ഗർജിച്ചു കൊണ്ടുവരികയും ആ ഭൈരവൻ്റെ മരണത്തിനത് കാരണമാവുകയും ഒക്കെ ചെയ്തു. അവിടെ ശങ്കരാചാര്യർ ഒരു നരസിംഹസ്തോത്രം എഴുതിയതായിട്ടൊക്കെ പറയുന്നുണ്ട്. ശ്രീമത് പയോനിധി നികേതന ചക്രപാണി എന്ന് പറഞ്ഞൊരു നരസിംഹസ്തോത്രം. ഇവിടെ ഭരതൻ അങ്ങനെ സ്തോത്രമൊന്നും ചെയ്തില്ല കാളിയെ. കാളി ഈ കാട്ടാളന്മാരെയൊക്കെ വധിച്ച്
ഭക്തനെ രക്ഷിച്ചു എന്നാൽ ഒരു താങ്ക്സ് എങ്കിലും പറയണ്ടേ? യാതൊന്നുമില്ല. നിർഗുണമായി, നിർവികാരമായി, ഉദാസീനമായി കാളിയെ ഒന്ന് നോക്കി, എന്നാൽ ഞാൻ പോട്ടെ എന്നും പറഞ്ഞില്ലേ ഇറങ്ങിപ്പോയി. കാളിക്ക് തന്നെ ആശ്ചര്യം തോന്നിയിട്ടുണ്ടാവും, ഇത് എന്ത് ജന്മമാപ്പാത് ഇല്ല. ഇപ്പം നാരായണത്ത് പ്രാന്തൻ്റെ ഒരു കഥ പറയല്ലോ, ശ്മശാനത്ത് കിടക്കുമ്പോഴേ അദ്ദേഹത്തിന് എവിടെ ഇത്തിരി അരി കിട്ടിക്കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി തീ കിട്ടിയാൽ അവിടെ വയ്ക്കും, അവിടെ വെച്ച് വേവിക്കും, അത് കഴിക്കും, അവിടെ തന്നെ കിടക്കും. അന്നത്തെ ദിവസം തീ കണ്ടത് ശ്മശാനത്തിലാണ്. ഒരു ശവത്തിൻ്റെ മേലെ ഒരു പാത്രം വെച്ചു, വെള്ളം ഒഴിച്ചു, അരിയിട്ടു, അത് വേവണമല്ലോ, അവിടെ കിടന്നു. അപ്പോഴാണ് രാത്രി കാളിയും മറ്റു ഭൂതഗണങ്ങളും, കാളിയുടെ ഗണങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ വന്നു. എല്ലാവരും വന്ന് നോക്കുമ്പോൾ അവർക്ക് രാത്രി ചുടലഭദ്രകാളിയാണ്, രാത്രി നർത്തനം ചെയ്യണം. അപ്പോൾ ഒരു മനുഷ്യനെ കണ്ടാൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഇത്തിരി ലജ്ജയൊക്കെ ഉണ്ട്. നമ്മുടെ ആളുകൾക്ക് ഈ രാത്രി നർത്തനം ചെയ്യുന്ന പാർട്ടികൾക്ക് അതുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, മനുഷ്യൻ കിടക്കണു, അത് സാരമില്ല, ഇത്തിരി പേടിപ്പിച്ചാൽ പോയിക്കൊള്ളുന്നു. അപ്പോൾ പേടിപ്പിച്ചൊക്കെ നോക്കി, ഗർജനം ചെയ്ത് നോക്കി, ബഹളം ഉണ്ടാക്കി നോക്കി, ഒന്നും രക്ഷയില്ല. അപ്പോൾ കാളി പറഞ്ഞു, തട്ടി വിളിച്ചു. അദ്ദേഹം എണീറ്റ് നോക്കി, എന്താ ചോദിച്ചു. ഒരു അത്ഭുതമൊന്നുമില്ല, കാളി മുമ്പിൽ നിൽക്കുമ്പോഴേ എന്താണെന്ന് ചോദിച്ചു. ഇവിടെ കിടക്കരുതെന്ന് പറഞ്ഞു. എന്താ കിടന്നാൽ? ഞങ്ങൾക്ക് നർത്തനം ചെയ്യണം. എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. അല്ല, ഞങ്ങൾക്കൊരു നിഷ്ഠയുണ്ട്, മനുഷ്യൻ കിടക്കുന്ന സ്ഥലത്ത് ചെയ്യാൻ പറ്റില്ല. എനിക്കും ഒരു നിഷ്ഠയുണ്ട്, എവിടെ തീ കാണുന്നു അവിടെ കഞ്ഞി വയ്ക്കും, അവിടെ കിടക്കും, അവിടെ ഉറങ്ങും. ഇപ്പം ഇവർ പറയും ഞങ്ങൾ ഭയപ്പെടുത്തും. ഭയപ്പെടുത്തിക്കോളൂ, ഭയപ്പെടേണ്ടത് ഞാനല്ലേ, ഞാൻ ഭയപ്പെടില്ലല്ലോ. അവസാനം അവർ തോറ്റുപോയി എന്നാണ്. പിന്നെ ചോദിച്ചു, എന്തെങ്കിലും വരം വേണോ? ഞാൻ എന്നാ മരിക്കുക എന്ന് പറയൂ, ഇന്ന ദിവസം. അത് ഒരു ദിവസം തള്ളിയിടുമോ? അങ്ങടേക്ക് പറ്റില്ല. എന്നാൽ ഒരു ദിവസം മുൻകൂട്ടി, അതും സാധിക്കില്ല. ശരി, എന്നാൽ ഒരു കാര്യം ചെയ്യൂ, വലത് കാല് മന്താണ്, അതെടുത്ത് ഇടത് കാലിലാക്കിയിട്ട് നിങ്ങൾ ആളെ വിടുക. അപ്പം ഇങ്ങനെ ഈ കാളിയുടെ കഥയൊക്കെ രമണ മഹർഷി പറയുന്നു, കുഞ്ചസ്വാമി പറയും. അതൊക്കെ തമിഴിൽ അവർക്ക് ഈ ഭാവമൊന്നും വരില്ലേ. അപ്പോൾ കാളി പറഞ്ഞു അത്രയും, നാന്താൻ പത്രകാളി എന്ന് പറഞ്ഞു അത്ര. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, പത്രകാളിയാണെങ്കിൽ ഞാൻ 11 കാളി. അപ്പം ഇതൊരു തമാശന് പറയാം കേട്ടോ. അപ്പം അമ്മ ജഗദീശ്വരിയായ ആ ദേവത അവിടെ ഭദ്രകാളി അവിടെ ആവിർഭവിച്ച് സംരക്ഷണം ചെയ്തു. അങ്ങനെ ആ കാളിയുടെ മുമ്പിലൂടെ ഈ ജീവൻ മുക്തനായ മഹാപുരുഷൻ, ഇനിയും പ്രാരബ്ധമുണ്ട്, അതാണ് തനിക്ക് മരണം വരാത്തത് നിശ്ചയിച്ചു, അവിടുന്ന് പോയി. അങ്ങനെ പോയിട്ട് എവിടെയാ പോണത്? സിന്ധു സൗവീര ദേശം, മെയിൻ റോഡ്, അവിടെ ചെന്നിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ അടുത്ത പ്രാരബ്ധം വരണം. ഹാ ഹൂ ഹാ ഹൂ എന്നൊക്കെ ഒരു ശബ്ദം. എന്താ നോക്കുമ്പോൾ ഈ പല്ലാക്ക് കൊണ്ടുവരുന്നവരുടെ ശബ്ദമാണല്ലോ അത്, അല്ലേ? അവരിങ്ങനെ ശബ്ദിച്ചുകൊണ്ട് വരണം. ആരാ ഇരിക്കണമെന്ന് വെച്ചാൽ രാജാവ് രഹൂഗണൻ എന്ന രാജാവ്. അദ്ദേഹം ഒരു സത്സംഗത്തിന് പോവാം. നമ്മളൊക്കെ കാറിലൊക്കെ വരണ പോലെ അദ്ദേഹം ഈ പല്ലക്കിൽ പോവാണ്. നല്ല ആളുകളിങ്ങനെ പല്ലക്കൊക്കെ ചുമന്നു പോകുമ്പോൾ ഇടയ്ക്ക് അദ്ദേഹത്തിന് ഇനിയിപ്പോൾ കാറിൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ സ്വസ്ഥമായിട്ട് ഉറങ്ങുന്ന പോലെ അദ്ദേഹവും തലയിലുള്ള കിരീടമൊക്കെ അഴിച്ചു വെച്ച് പല്ലക്കിൽ വിശ്രമിക്കുകയാണ്. അപ്പോൾ ഈ പല്ലക്ക് ചുമക്കുന്ന ആളുകൾക്ക് തോന്നി ഒരാളും കൂടെ ഉണ്ടെങ്കിൽ എളുപ്പമാവും. നോക്കിയപ്പോൾ നല്ല തടിച്ചു കൊഴുത്തിട്ട് ഒരാളെ ഇരിക്കുന്നുണ്ട്. പിടിച്ചോണ്ട് വന്നു, ഒലക്കയുടെ ചോട്ടിൽ നിർത്തിയാൽ നിന്നു. അത്രയേ ഉള്ളൂ. തനിക്ക് സങ്കല്പമൊന്നുമില്ല, എവിടെ നിർത്തിയാന്ന് വെച്ചാൽ അവിടെ നിന്നു. ഇവർ നോക്കിയ അല്പം ഒരു അബ്നോർമലാണല്ലോ, സാരില്ലേ, വിളിച്ചാൽ വന്നുവല്ലോ, പിടിച്ച് നിർത്തി. ചുമക്കാവോ? ഒന്നും ഉത്തരവൊന്നും പറഞ്ഞില്ല. നടക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹവും നടന്നു. അപ്പോൾ വേണ്ടില്ലല്ലോ, നല്ല ബലമുണ്ടേ, നമ്മളെക്കാളുമൊക്കെ നല്ല സപ്പോർട്ടാണ്. രാജാവ് പറഞ്ഞു, നല്ല സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ, പല്ലക്ക് ഇങ്ങനെ ചുമന്നാൽ മതി, മുകളിലിരിക്കുന്ന ആൾക്ക് നല്ല സുഖമാണല്ലോ.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ചുമന്നാൽ മതി കേട്ടോ. ഇങ്ങനെ പോകുമ്പോൾ ഇദ്ദേഹത്തിന് ഈ ലോകത്തിലൊന്നുമില്ലേ ശരീരം ഉണ്ടെന്നോ, ആ ശരീരത്തിൻ്റെ മേലെ ഒരു ചുമലിലൊരു ഒലക്കുണ്ടെന്നോ, അതിൻ്റെ മുകളിലൊരു സപ്രമഞ്ചം ഉണ്ടെന്നോ, ആ സപ്രമഞ്ചത്തിലൊരു രാജാവ് ഇരിക്കുന്നുണ്ട്, ഇതൊന്നും അദ്ദേഹം ചിന്തിച്ചിട്ടേ ഇല്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ദേഹമേ ഇല്ല. ഇങ്ങനെ നടക്കുക. ഇങ്ങനെ നടക്കുമ്പോൾ വഴി കൂടെ കുറേ ഉറുമ്പ് ഇങ്ങനെ പോകുന്നുണ്ട്. ആ ഉറുമ്പിനെ കണ്ടതും ചവിട്ടാതിരിക്കാൻ വേണ്ടി എടുത്തൊരു ചാട്ടം അങ്ങോട്ട് ചാടി. മൊത്തത്തിൽ എല്ലാവരും കൂടെ ചാടി. എന്താണെന്ന് വെച്ചാൽ അത്ര ബലമുണ്ടേ. ആ ചാടിയ ചാട്ടത്തിൽ ഉള്ളിലിരിക്കണ രാജാവിന് കിരീടമില്ലാതെ തന്നെ തലയിലൊരു മുഴയങ്ങോട്ട് പൊന്തി മുകളിൽ പോയി ഇടിച്ചിട്ട്. രാജാവ് ചോദിച്ചു, എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഇല്ല ഞങ്ങളല്ല അതാ പുതിയതായിട്ട് ഒരാൾ വന്നിരിക്കണോ, സാംസർഗിക ദോഷം, അയാളുടെ സംസർഗം കാരണം ഞങ്ങൾ ചാടിപ്പോയതാണ്. രാജാവ് എത്തി നോക്കി, ആരാത് എന്ന്. ഈഷദുത്ഥിതമന്യുഹൂം, ഇത്തിരി അല്പം കോപം വന്നു. അവിസ്പഷ്ട ബ്രഹ്മതേജസം ജാതവേദസം ഇവ രജസാവൃതമതിഹി ആഹ. ചാരം കൊണ്ട് മൂടിയ അഗ്നി പോലെ എന്നാണ്. കണ്ടിട്ട് ആ ബ്രഹ്മഋഷിയാണ് ജ്ഞാനിയാണ് ഒന്നും അറിഞ്ഞില്ല. ഒരു ചളി പിടിച്ച വസ്ത്രം, കറുത്ത പൂണല് ഇട്ടുകൊടുത്ത ദിവസം ഇട്ടുകൊടുത്തതാണ്. അതിൽ എത്ര നൂലുണ്ടെന്ന് തന്നെ നിശ്ചയമില്ല. അത് കറുത്ത് ഇങ്ങനെ തൊങ്ങുകയാണ്, തൂങ്ങിക്കിടക്കുക. അത് രാജാവിന് മനസ്സിലായില്ല. രാജാവ് കളിയാക്കി, അഹോ കഷ്ടം ഭ്രാത. രാജാവ് തിരുവനന്തപുരമാണെന്ന് തോന്നുന്നു, അണ്ണോ എന്നാണ് വിളിച്ചത്. അഹോ കഷ്ടം, അല്ലെങ്കിൽ തമിഴാണെങ്കിൽ തമ്പി എന്ന് വിളിച്ച പോലെയായി. അഹോ കഷ്ടം ഭ്രാത, കഷ്ടം ഒരു പരിശ്രാന്ത, നല്ലവണ്ണം ക്ഷീണിച്ചു പോയില്ലേ താൻ. ഇത്രയും ദൂരം താൻ തനിച്ച് വഹിച്ചുകൊണ്ട് വന്നതാണെന്ന് തോന്നുന്നു. തടിയില്ല, മെലിഞ്ഞിട്ടാണ് ശരീരം. കളിയാക്കിയതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, വയസ്സുമായി, ഒരുപാട് വാർദ്ധക്യം. സഖേ എന്നും വിളിച്ചു. അപ്പോൾ കേരളമാണ് ദൃശ്യം, തമിഴല്ല. ഇങ്ങനെയൊക്കെ വിളിച്ചു. അഹോ കഷ്ടം ഭ്രാത വ്യക്തമൊരു പരിശ്രാന്ത ദീർഘമധ്വാനം ഏകയേവ ഊഹിവാൻ സുചിരം നാതിപീവ ന സംഹനനാംഗ ജരസാചോപദ്രുത ഭവാൻ സഖേ നോ ഏവ അപര ഏതേ സംഘട്ടിന ഇതി ബഹുവിപ്രലബ്ധോപി. ഇങ്ങനെയൊക്കെ പല വിധത്തിൽ കളിയാക്കിയിട്ടും തന്നെയാണ് പറയണത് എന്ന് അല്പം പോലും ഇല്ല എന്നാണ് ഒരു ജ്ഞാനിയുടെ ഭാവം. എന്തൊക്കെ പറഞ്ഞാലും ഈ ശരീരത്തിനെയല്ലേ പറയണത്, ശരീരം ഞാനല്ലല്ലോ. ശരീരത്തിനും എനിക്ക് സംബന്ധമേ ഇല്ല. ശരീരത്തിനെ കുറിച്ചാണ് പറയണത്, ഒരു സംബന്ധവുമില്ല. അവിദ്യയാ രചിത ദ്രവ്യഗുണകർമാശയസ്വ ചരമകളേവരേ അവസ്തുനി സംസ്ഥാന വിശേഷേ അഹം മമേതി അനധ്യാരോപിതമിഥ്യാപ്രത്യയ ബ്രഹ്മഭൂത തൂഷ്ണീം ശിബികാം പൂർവവധുവാഹ. അപ്പടി വേദാന്തം അങ്ങനെ കടഞ്ഞെടുത്ത നെയ്യാണ്, കാച്ചിക്കുറുക്കിയ നെയ്യ്. അനധ്യാരോപിതമിഥ്യാപ്രത്യയ, ശരീരത്തിനെ തന്നിൽ ആരോപിച്ച് ഈ ശരീരം ഞാനാണെന്ന് ധരിച്ചിരിക്കുക, അതാണ് അവിദ്യ. ഇതാണ് ബ്രഹ്മസൂത്ര ഭാഷ്യ ആരംഭം തന്നെ, അധ്യാസഭാഷ്യം. ഈ ദേഹാദികളെ ഞാനെന്ന് ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ ദേഹം ഏത് ജാതിയാണ്, ഏത് വർണ്ണമാണോ, വെളുത്തിട്ടാണോ, തടിച്ചിട്ടാണോ, മെലിഞ്ഞിട്ടാണോ, കറുത്തിട്ടാണോ, ഉയരമുണ്ടോ, ഉയരം കുറവാണോ, എല്ലാം എൻ്റെ മേലെ സൂപ്പർ ഇമ്പോസിഷൻ എന്നാണ് പറയാൻ ഇംഗ്ലീഷിൽ. ആരോപണം ചെയ്തിരിക്കുകയാണ്, എന്നിൽ ആരോപണം ചെയ്തിരിക്കുകയാണ്. ഇപ്പം ആ ആരോപണമേ ഇല്ലാത്തത് കൊണ്ട് രാജാവ് എന്ത് പറഞ്ഞിട്ടും മൗനമായിട്ട് ഒന്നും മിണ്ടാതെ കഴിച്ചുകൂട്ടി. അപ്പം രാജാവ് ചോദിച്ചു, ജീവച്ഛവം, ജീവൻ മൃത, പറയണതൊന്നും ഏഷ്യണില്ല. ഞാൻ ആരാന്ന വിചാരം, ഇവിടുത്തെ രാജാവാണ്. തനിക്കറിയാവോ, ഞാനിവിടുത്തെ ദണ്ഡപാണിയാണ്, തന്നെ പിടിച്ച് ജയിലിലിടും, ദണ്ഡിക്കും എന്നൊക്കെ പറഞ്ഞു. തനിക്ക് ബുദ്ധി വയ്ക്കുമോ, പറഞ്ഞാൽ കേൾക്കുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങനെ ഒരുപാട് പറഞ്ഞപ്പോൾ ആ രാജാവിന് ഭാഗ്യമുണ്ടേ. ഈ യോഗി പതുക്കെ ഒന്നിങ്ങനെ നോക്കി. ആ ഒരു നോട്ടം, ആ ഒരു ദൃഷ്ടി രാജാവ് എവിടെയും കണ്ടിട്ടില്ല. രാജാവിനും കുറേ അധ്യാത്മ സംസ്കാരമുണ്ട്, അതുകൊണ്ടാണ് സത്സംഗത്തിനൊക്കെ പോണതേ.
ആ ഒരു നോട്ടം തൻ്റെ മേലെ വീണതുമേ ഉള്ളൊന്ന് കാളി. ഏവം ബഹു അബദ്ധമപി ഭാഷമാണം നരദേവാഭിമാനം. അഭിമാനം കൊണ്ട് രജസാ തമസാനുവിദ്ധേന മതേന തിരസ്കൃതാശേഷ ഭഗവത് പ്രിയനികേതം. ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടിട്ട് സ ഭഗവാൻ ബ്രാഹ്മണ. ശുകാചാര്യർക്ക് ഈ ജീവൻ മുക്തന്മാരെയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ രോമാഞ്ചം ഉണ്ടാവണം. സ ഭഗവാൻ ബ്രാഹ്മണ ബ്രഹ്മഭൂത സർവഭൂത സുഹൃദാത്മാ യോഗേശ്വരചര്യായാം നാദിവ്യുത്പന്നമതിം സ്മയമാനൈവ വിഗതസ്മയ ഇതമുവാഹ. അഹങ്കാരം കൊണ്ട് പറയുന്ന ഇയാളോട് ആ ബ്രാഹ്മണൻ ചുമലിൽ ഈ പലക ഈ ഒലക്ക പിടിച്ചുകൊണ്ട് തന്നെ സപ്രപഞ്ചം വഹിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, താൻ പറഞ്ഞതൊന്നും ശരിയല്ല. കാരണം ഞാനൊന്നും ചുമക്കുന്നില്ല, ഞാൻ യാത്രയും ചെയ്യുന്നില്ല, എനിക്ക് ദൂരമൊന്നുമില്ല, തടിച്ചിട്ട് മെലിഞ്ഞിട്ട് കറുത്തിട്ട് വെളുത്തിട്ട് ഇതൊക്കെ ശരീരത്തിൻ്റെ ധർമ്മമാണ്, ഞാൻ ശരീരമല്ല. ത്വയോദിതം വ്യക്തമവിപ്രലബ്ധം ഭർത്തുസ്സമേ സ്യാദ് യദി വീരഭാരഃ ഗന്തുര്യതി സ്യാദധിഗമ്യമധ്വാ പീവേതി രാശൗ ന വിദാം പ്രവാദഃ. സ്ഥൗല്യം കാർശ്യം വ്യാധയ ആധയശ്ച ക്ഷുത്രിഡ്ഭയം കലിരിച്ഛാജരാജ നിദ്രാരതിർമന്യുരഹം മദശുചോ ദേഹേന ജാതസ്യ ഹിമേന സന്തി. ശരീരത്തിനോടുകൂടെ ജനിച്ചിരിക്കുന്നതാണ് തടിച്ചിരിക്കുക, കറുത്തിരിക്കുക, വെളുത്തിരിക്കുക, വ്യാധി, ആദി, ഇതൊക്കെ മനസ്സിൻ്റെ ധർമ്മമാണ്. വിശപ്പ്, ദാഹം ഇതൊക്കെ പ്രാണൻ്റെ ധർമ്മമാണ്. കാമക്രോധാദികളൊക്കെ മനസ്സിൻ്റെ ധർമ്മമാണ്. ഇതൊന്നും തന്നെ എന്നിലില്ല, ഞാൻ നിത്യമുക്തനാണ്, ചൈതന്യസ്വരൂപമാണ്. ഇതൊക്കെ കേട്ട് രാജാവ് ഞെട്ടിപ്പോയി. ആരെടുത്തോ പോയി വേദാന്ത ഉപദേശം കേൾക്കണമെന്ന് പറഞ്ഞു പോകുമ്പോൾ വഴിയിലിതാ ഒരു മഹായോഗി. കർണാടകത്തിൽ അല്ലമപ്രഭു എന്ന് പറഞ്ഞ് പ്രഭുലിംഗലീല എന്നൊരു ചരിത്രം, ഒരു വലിയ ജ്ഞാനി, ഒരുപാട് പേർക്ക് ഗുരുവായിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹം അക്കമഹാദേവി എന്ന് പറഞ്ഞൊരു യോഗിനി, ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ശ്രീശൈലത്തിലൊക്കെ പോയാൽ അവർ തപസ് ചെയ്ത് ഗുഹയൊക്കെ കാണാം. ഈ അക്കമഹാദേവിക്കൊക്കെ ഗുരുവാണ് അല്ലമപ്രഭു. ഇപ്പം അതുപോലെ ബസവേശ്വരൻ, ഇവർക്കൊക്കെ ഗുരുവാണ് അല്ലമപ്രഭു, വലിയൊരു മഹാപുരുഷൻ. അപ്പോൾ അദ്ദേഹത്തിനെ ഒരിക്കൽ രാജാവ് ഇതുപോലെ പല്ലക്കിൽ താൻ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കാനായി രാജാവ് ഇരുത്തിക്കൊണ്ടുപോയി അല്ലമപ്രഭുവിനെ. 4-5 ആളുകൾ ചുമന്നുകൊണ്ട് പോവാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കേണ്ട ഒരു സ്ഥലത്ത്. അപ്പോൾ അത് കാണാനായിട്ട് കൂട്ടിക്കൊണ്ടു പോവാണ്. അപ്പോൾ പോകുമ്പോൾ അല്ലമപ്രഭു ഈ സപ്രപഞ്ചത്തുനിന്ന് പുറത്തിങ്ങനെ എത്തി നോക്കിയപ്പോണ്ട് ഈ എച്ചിലൊക്കെ കൂട്ടി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരാൾ ഇരിക്കുകയാണ്. ആ എച്ചിൽ ചോറെടുത്ത് ഇങ്ങനെ ഉണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞില്ലേ, അസ്പഷ്ട ബ്രഹ്മതേജസം ജാതവേദസം ഇവ എന്ന് പറഞ്ഞ പോലെ ഒരു ജ്ഞാനി, ഒരു ജീവൻ മുക്തൻ എച്ചിൽ കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ അല്ലമപ്രഭു ഇത് കണ്ട് ഒന്ന് ഞെട്ടിയിട്ട്, അദ്ദേഹത്തിന് കണ്ടത് മനസ്സിലായി. നല്ല വൈദ്യന്മാർക്ക് ഔഷധികളൊക്കെ കാണുമ്പോൾ മനസ്സിലാവണ പോലെ കണ്ടത് മനസ്സിലായി. എന്നിട്ട് പറഞ്ഞു, ഇതെന്ത് അക്രമം എന്ന് ചോദിച്ചു അത്രയധികം. ഇതെന്ത് അക്രമം, ഉള്ളിലെ ഉള്ളവരൊക്കെ ഭക്ഷണം എല്ലാവരും കഴിക്കുന്നുണ്ട്, ഒരു ജ്ഞാനി ഇവിടെ എച്ചിലുണ്ടോണ്ടിരിക്കുക, എന്ത് അക്രമം ചോദിച്ചപ്പോൾ മരുളശങ്കരൻ എന്നാണ് അയാൾക്ക് പേര്, ഈ അവധൂതന്. മരുള എന്ന് വെച്ചാൽ കുറച്ച് ഭ്രാന്ത് പോലെ, നമ്മുടെ നാരായണത്ത് ഭ്രാന്തൻ്റെ കൂട്ട്. അയാൾ ഈ എച്ചിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളിങ്ങനെ തിരിഞ്ഞ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊന്നും അക്രമം കാണിച്ചില്ലല്ലോ, എന്നെ ആരും പല്ലക്കിൽ ചുമന്നുകൊണ്ട് പോയില്ലേ അപ്പാ എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ ഈ അല്ലമപ്രഭു അപ്പം തന്നെ പല്ലക്കിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഇദ്ദേഹത്തിനെ പോയി കെട്ടിപ്പിടിച്ച് പ്രിയത്തോടുകൂടെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് കഥ. അപ്പോൾ എവിടെയാ കാണുക എന്ന് പറയാൻ വയ്യ, എവിടെ ഉണ്ടാവുമെന്ന് പറയാൻ വയ്യ. അപ്പോൾ രാജാവ് കണ്ടു പറഞ്ഞു, ഭഗവാനെ ആരാണ് അവിടുന്ന്? കസ്ത്വം നിഗൂഢ ശരസി ദ്വിജാനാം ബിഭർഷി സൂത്രം കഥമൂവധൂതഃ കസ്യാസി കുത്രത്യ ഇഹാപി കസ്മാത്
ക്ഷേമായ നശ്ചേതസി നോത ശുക്ല. അവിടുന്ന് കപില ഭഗവാനാണോ? അങ്ങ് ആരാണ്? ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവാത്ത വിധത്തിൽ ഭ്രാന്തനെ പോലെ മന്ദബുദ്ധി പോലെ സഞ്ചരിക്കുന്നുവല്ലോ. ആരാണ് അവിടുന്ന്? അവധൂതനായിട്ട് സഞ്ചരിക്കുന്നുവല്ലോ. എനിക്ക് ഇന്ദ്രൻ്റെ വജ്രമോ ശിവൻ്റെ ശൂലമോ യമൻ്റെ ദണ്ഡമോ ഇതൊന്നും എനിക്ക് ഭയമില്ല. ശങ്കേഭൃശം ബ്രഹ്മകുലാപമാനാത്. ഒരു മഹാപുരുഷന്, ഒരു ജ്ഞാനിക്ക്, ഒരു ബ്രാഹ്മണന് അപമാനം വരുത്തുന്നത് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയം തോന്നുന്നു. തദ്ബ്രൂഹ്യസംഗോ ജഡവന്നിഗൂഢ വിജ്ഞാനവീര്യോ വിചരസി അപാരഃ വജാംസി യോഗഗ്രഥിതാനി സാധോ നനഃ ക്ഷമന്തെ മനസാഭിഭേത്തും. രാജാവ് പറഞ്ഞു, അവിടുന്ന് ആരാന്ന് എനിക്കറിയില്ല, അങ്ങ് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവ്യക്തലിംഗോ വിചരസി അഭിസ്വിത്. കണ്ടാൽ മനസ്സിലാവാത്ത വിധത്തിൽ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ ശൂദ്രനാണോ ബ്രഹ്മചാരിയാണോ ഗൃഹസ്ഥനാണോ വാനപ്രസ്ഥനാണോ സന്യാസിയാണോ അറിവുള്ളവനാണോ അറിവില്ലാത്തവനാണോ ഒന്നും മനസ്സിലാവില്ല. അങ്ങനെയാണ് സഞ്ചാരം. അപ്പം അങ്ങനെ സഞ്ചരിക്കുന്ന അങ്ങയെ യോഗേശ്വരാണാം ഗതി അന്ധബുദ്ധി കഥം വിചക്ഷീത ഗൃഹാനുബന്ധ. ഈ ലൗകികത്തിൽ കിടക്കുന്ന എന്നെ പോലെയുള്ളവർ യോഗേശ്വരനായ അങ്ങയെ എങ്ങനെ മനസ്സിലാക്കാനാണ്? അതുകൊണ്ട് ഭഗവാനെ എനിക്ക് ഉപദേശിക്കൂ എന്ന് പറഞ്ഞു. ചില സംശയങ്ങളൊക്കെ ചോദിച്ചു. നമുക്ക് സമയം വളരെ പരിമിതമാണ്. ഇതൊക്കെ വിസ്തരിച്ച് ഈയിടെ അഭേദാശ്രമത്തിൽ ഈ ഭരതോപദേശമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ യൂട്യൂബിലൊക്കെ ഉണ്ടാവും, നിങ്ങൾ തിരഞ്ഞാൽ കാണാം. ആ ചോദ്യത്തിനുള്ള ഉത്തരം, രാജാവിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമൊക്കെ അവധൂതനായ ജഡഭരതൻ പറഞ്ഞു. അവസാനം ഉപദേശിച്ചു പറഞ്ഞു, ഹേ രാജൻ, എല്ലാവരോടും കരുണയോടെ ഇരിക്കണം. ഞാൻ രാജാവാണെന്നും ഇവരൊക്കെ എൻ്റെ ജോലിക്കാരാണെന്നും ഇതൊക്കെ നിങ്ങൾക്ക് രാജാവായിട്ടിരിക്കാൻ കൊള്ളാം, പക്ഷെ പരമാർത്ഥ ലാഭത്തിന് ഉപയോഗപ്പെടില്ല. ഈ ജ്ഞാനം ഗുരോഹോ ഹരേഹേ ചരണോപാസനാസ്ത്ര. ഗുരുപാസന ഹരി ഭക്തി രണ്ടുകൊണ്ടും അജ്ഞാനത്തിനെ തരണം ചെയ്ത് വിമുക്തനായിട്ട് തീരണം എന്നുപദേശിച്ചു. നമോ നമഃ കാരണ വിഗ്രഹായ സ്വരൂപതുച്ഛീകൃത വിഗ്രഹായ നമോ അവധൂത ദ്വിജബന്ധുലിംഗ നിഗൂഢ നിത്യാനുഭവായ തുഭ്യം. ജ്വരാമയാർത്തസ്യ യഥാഗതം സത്. വലിയ വ്യാധി വന്നവന് മരുന്ന് കിട്ടുന്ന പോലെ, നല്ല കൊടും വേനലിൽ മരുഭൂമിയിൽപ്പെട്ട ആൾക്ക് കുളിർമഴ പെയ്ത പോലെ, നിദാഗദഗ്ധസ്യ യഥാ ഹിമാംബഃ കുദേഹമാനാഹി വിനഷ്ടദൃഷ്ടേഹേ ബ്രഹ്മൻ വചഃ തേ അമൃതം ഔഷധം മേ. ഹേ ബ്രഹ്മൻ, അങ്ങയുടെ വാക്ക് എനിക്ക് അമൃതമാണ്, ഔഷധമാണെന്ന് പറഞ്ഞു. ഔഷധമാണെന്നാണ്. ജ്ഞാനികളൊക്കെ വൈദ്യന്മാരാണ്. വേദ്യോ വൈദ്യ സദായോഗി. ഭഗവാനും ഒരു വൈദ്യനാണ്, ഗുരു വൈദ്യനാണ്. ജ്ഞാനികളൊക്കെ ഉത്തമ വൈദ്യന്മാരാണ്. വൈദ്യൻ എന്ന് വെച്ചാൽ ശരീരത്തിനുള്ള വൈദ്യമല്ല, രാഗദ്വേഷങ്ങളെ നീക്കി ആത്മജ്ഞാനം പ്രദാനം ചെയ്യുന്ന വൈദ്യൻ. വൈദ്യശാസ്ത്രം പോലും അങ്ങനെയാണ് പറയുന്നത്. രാഗാദി രോഗാൻ സതതാനുഷക്താൻ അശേഷകായ പ്രസൃതാൻ അശേഷാൻ ഔത്സുക്യമോഹ അരതിദാൻ ജഘാൻ അപൂർവ വൈദ്യായ നമോസ്തു തസ്മൈ എന്നാണ് അഷ്ടാംഗഹൃദയം ധ്യാനശ്ലോകം. അപ്പോൾ ഏത് വൈദ്യനാ? ഈ ശരീരവൈദ്യനെയല്ല നമസ്കരിക്കുന്നത്, അപൂർവ വൈദ്യനായ ആ ഗുരു. രാഗദ്വേഷാദികളെയൊക്കെ നീക്കി ജ്ഞാനം തരുന്ന ആ ഗുരുവാകുന്ന വൈദ്യനാഥന് നമസ്കാരം. അങ്ങനെ വൈദ്യനാഥനായിട്ട് ജഡഭരതനെ നമസ്കരിച്ചു. ഭരതൻ ആ യോഗി, അവധൂതനായ യോഗി രഘുഗണനോട് പറഞ്ഞു, തപസ്സുകൊണ്ടോ കർമ്മകാണ്ഡ വേദഭാഗത്തിൽ പറയുന്ന യജ്ഞയാഗാദികൾ കൊണ്ടോ ഒന്നും ഈ സത്യം അറിയാൻ പറ്റില്ല. വിനാ മഹത്പാദരജോഭിഷേകം. മഹാപുരുഷന്മാരുടെ പരമഭാഗവതന്മാരുടെ പാദരജസ് കൊണ്ട് അഭിഷിക്തമാവുക. അപ്പോഴേ വാസ്തവമായ ജ്ഞാനമുള്ളിൽ ഉദയം ചെയ്യുള്ളൂ എന്ന് ഉപദേശിച്ച് അങ്ങനെ സ്വതന്ത്രമായി യയൗ യാദൃച്ഛികോ മുനിഹി അവിടുന്ന് പുറപ്പെട്ടു പോയി. ഇങ്ങനെ ജഡഭരത ചരിത്രം, പരമഹംസ ചരിത്രം ഭാഗവതത്തിൽ ധാരാളമുണ്ട്. ഭാഗവതാനാം ചരിതം ഭാഗവതം. നമുക്കിപ്പോൾ ഭാഗവതം തുറന്നു നോക്കുമ്പോൾ ഇവരെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ നേരിട്ടൊക്കെ സത്സംഗം കിട്ടിയെന്ന് വരില്ല.
കണ്ടാലും അവർ ഇപ്പോൾ യോഗികളും ഗുരുക്കന്മാരും ഒക്കെ ഇങ്ങനെ കൂമ്പ് പോലെ പൊട്ടിമുളച്ചുകൊണ്ടേ ഇരിക്കുന്ന കാലമാണ്. യൂട്യൂബ് ഗുരു, യൂട്യൂബ് ഉപദേശം, യൂട്യൂബിൽ തന്നെ എല്ലാ മന്ത്രവും കിട്ടും, യൂട്യൂബിൽ തന്നെ മോക്ഷം കിട്ടും, അങ്ങനെയൊക്കെയുള്ള കാലമാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഭാഗവതം തുറന്നു നോക്കുമ്പോൾ ഈ ജീവൻ മുക്തന്മാരുടെയൊക്കെ ദർശനം നമുക്കിതിൽ കിട്ടുകയാണ്. അവധൂതന്മാരുടെ, ജ്ഞാനികളുടെയൊക്കെ ദർശനം ഇതിൽ കിട്ടുകയാണ്. അതിൽ വ്യാസഭഗവാൻ തൻ്റെ അനുഭൂതിയെ നിറച്ചു വച്ചിരിക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ ഈ ഭാഗവതമാവുന്ന സമുദ്രത്തിൽ പ്രവേശിച്ച് അതിൽ കലർന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഭാഗവത പാരായണം നിത്യം ജീവിതത്തിൽ ഒരു വ്രതമായിട്ടെടുക്കണം. ഭഗവൻ നാമ ജപം നമുക്ക് നിത്യം വ്രതമായിട്ടെടുക്കണം. ഗീതാപാരായണം നിത്യ അനുഷ്ഠാനത്തിലുണ്ടാവണം. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതം ധന്യമായി. അധ്യാത്മ സാധന എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്കൊരു ജപം വേണം, സ്വാധ്യായം വേണം. ജപം, ഭഗവൻ നാമ ജപം, മന്ത്രജപം, ഗുരുപദേശം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ജപം, യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് ഭഗവാൻ പറഞ്ഞു. എളുപ്പത്തിൽ ചെയ്യാവുന്നത് അതാണ്. നിത്യനിരന്തര ജപം. ജപം ക്രമേണ ധ്യാനമായിക്കോളും. നിങ്ങൾ ധ്യാനത്തിന് വേണ്ടി ശ്രമിക്കേണ്ട. ജപം ചെയ്യുമ്പോൾ തന്നെ മനസ്സ് പതുക്കെ പതുക്കെ അത് പിടിച്ചെടുത്ത് ശാന്തമായി അത് ധ്യാനമായിക്കോളും. ജപം ധ്യാനത്തിൽ കൊണ്ടുചെന്ന് ആക്കിക്കൊള്ളും. യജ്ഞങ്ങളിൽ ഏറ്റവും വലിയ യജ്ഞമാണോ ജപയജ്ഞം. അതോടുകൂടെ സ്വാധ്യായം, ഭാഗവത ശ്രവണം, ഭാഗവത പഠനം, ഗീതാധ്യയനം, ഇത്രയൊക്കെ നമുക്ക് ചെയ്യാമെങ്കിൽ നമ്മളുടെ ജീവിതം ധന്യമാവും. ശാന്തി നമുക്ക് വരും. ഈ മള്ളിയൂർ മഹാഗണപതിയുടെ സന്നിധിയിൽ നടക്കുന്ന ഈ സഭയിൽ നടക്കുന്ന ഈ സത്സംഗം, ഭാഗവത സത്സംഗ മഹോത്സവം നമ്മളുടെ ജീവിതത്തിനെ ധന്യമാക്കി തീർക്കും. തിരുമേനിയുടെ സാന്നിധ്യം ഇന്നും നമ്മൾക്കൊക്കെ ഇവിടെ അനുഭവിക്കാം. തിരുമേനിയുടെ അനുഷ്ഠാനവും തപസ്സും ഭഗവതാരാധനയും കൊണ്ട് നിറഞ്ഞതാണ് ഈ ഭൂമി. എത്ര കാലമായി ഇവിടെ ഭാഗവതം നടക്കുന്നു, ഭാഗവത പാരായണം നടക്കുന്നു, ഭക്തി കീർത്തനങ്ങൾ നടക്കുന്നു. ഈ ദിവ്യക്ഷേത്രത്തിനെ ഭക്തന്മാർ വീണ്ടും വീണ്ടും വന്ന് ഇവിടെ അനുഭവിക്കണം. നമുക്കിങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇരുന്ന് ജപം ചെയ്യണം. ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇരുന്ന് നമ്മൾക്കായിട്ട് വന്ന് ഭാഗവത പാരായണം ചെയ്യാൻ കഴിയണം. ഇങ്ങനെയൊക്കെ വേണം നമ്മൾ നമ്മുടെ ഹിന്ദുമതത്തിലെ ഈ ക്ഷേത്രങ്ങളെയൊക്കെ ഉദ്ധരിക്കാനായിട്ട്. അല്ലാതെ ആനയും പടക്കവും മാത്രം പോരാ. ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. വേണ്ടത് ഭാഗവത പാരായണം, ഗീതാപാരായണം, സത്സംഗം, നാമജപം, ഭഗവതാരാധന, ഇതൊക്കെയാണ് വേണ്ടത്. ഇതിനൊക്കെ നമ്മളുടെ ഉള്ളിൽ ഈ അറിവ് ഉള്ളിൽ പോകണം. അങ്ങനെ ഒരു കാലം നമ്മളുടെ മുമ്പിൽ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. നമ്മൾ ഭരതചരിത്രം മുഴുവൻ അങ്ങോട്ട് പറഞ്ഞില്ല എന്ന് തോന്നുന്നു, സ്പർശിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളായിട്ട് എടുത്ത് വീണ്ടും വീണ്ടും അത് പാരായണം ചെയ്യും. ഇനിയും ധാരാളം ഭാഗവത കഥ നിങ്ങൾ കേൾക്കാൻ പോകുന്നു. ഭാഗവതം കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ഭഗവാൻ സ്വയം പ്രകാശിക്കും. ശുശ്രൂഷുഭിഹി തക്ഷണാത്. ഭഗവത് അനുഗ്രഹത്തിൽ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ജാനകീകാന്തസ്മരണം. ഹര നമഃ പാർവതീപതയേ. തൃശ്ശൂരിൽ മാർച്ച് മാസം 19-ാം തീയതി മുതൽക്കൊരാഴ്ച രാമായണ വാസിഷ്ഠ നിർവാണ രാമായണം എന്ന പേരിൽ ഒരു പ്രഭാഷണം ഒരാഴ്ച ഉണ്ട്. വരുന്നവർക്ക് വരാം. പഴയ നടക്കാവ് സമൂഹമഠം ഹാളിൽ 19-ാം തീയതി മാർച്ച് തുടങ്ങി ഉണ്ട്. രാവിലെ തിരുവമ്പാടി അമ്പലത്തിൻ്റെ പുറകിൽ ഒരു ഗണപതി കോവിൽ ഹാളിൽ അവിടെയും പ്രഭാഷണം, നാരായണീയം ഉണ്ട്.